പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ വീണ പ്രസാദ്. നോക്കാം പ്രധാന വാർത്തകൾ. RSS മുൻ സർസംഘചാലക് ഗുരുജിയുടെ സ്മരണയിൽ രാജ്യം. മാധവ സദാശിവ ഗോൾവൽക്കറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഗുരുജി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാരതത്തിലുടനീളം വേരുറപ്പിച്ച നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം. ഡൽഹിയിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി ആരെന്ന് ഉടനറിയാം. നിയമസഭാ കക്ഷി യോഗം ഇന്ന്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനായുള്ള ദൗത്യം തുടങ്ങി. മയക്കുവെടി വയ്ക്കാൻ അരുൺ സക്കറിയ അടക്കം 25 അംഗ സംഘം. 3 കുങ്കിയാനകളും അതിരപ്പള്ളിയിൽ. കണ്ണൂരിൽ ക്ഷേത്രഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് അനുവദിച്ച് പട്ടയം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ പട്ടയം അനുവദിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചെന്നും വിമർശനം. വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം TV. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ തീവ്ര മുസ്ലിം ശക്തികളെ ചേർത്ത് നിർത്താൻ CPM. MEC-7 വിവാദം പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകറ്റിയതിന്റെ ക്ഷീണം മാറ്റാൻ പുതിയ അടവ് നയം. നയപരമായ കാര്യങ്ങളിൽ പോലും CPM ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ ഘടകകക്ഷികൾക്കുള്ള അതൃപ്തി നിലനിൽക്കെ ഇടതുമുന്നണി യോഗം ഇന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധ. ചികിത്സ തുടരുന്നെന്ന് ഡോക്ടർമാർ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. 2ാം ദിനം കളി നിർത്തുമ്പോൾ 7 വിക്കറ്റിന് 418 റൺസ്. മുഹമ്മദ് അസറുദ്ദീന് സെഞ്ചുറി. RSS മുൻ സർസംഘചാലക് ഗുരുജിയുടെ സ്മരണയിൽ രാജ്യം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഭാരതത്തിലുടനീളം വേരുറപ്പിച്ച നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു ഗുരുജി. മാധവ സദാശിവ ഗോൾവൽക്കറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങളോടെ ടീം ജനം. ഞാനല്ല, എല്ലാം നിങ്ങളാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദ്വിതീയ സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവർക്കറുടെ വാക്കുകളാണിത്. ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശവും. മാധവ സദാശിവ ഗോൾവർക്കർ എന്ന ഗുരുജിയിലൂടെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ന് രാഷ്ട്രത്തിന് തണലായി മാറിയ വടവൃക്ഷമായി പടർന്നു പന്തലിച്ചത്. നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു ഗുരുജി. ഡോക്ടർ ജിയിലൂടെ RSSന്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായി. എന്നാൽ സ്വാമി അഖണ്ഡാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുത്തു. സന്യാസമല്ല, മറിച്ച് രാഷ്ട്രത്തിനായി പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന അഖണ്ഡാനന്ദ സ്വാമികളുടെ വാക്കുകൾ തന്നെയാണ് ഗുരുജിയെ സംഗമത്തിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംഘടനയെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിലെ ഉപജാപക വൃന്ദം കണ്ടെത്തിയ അനേകം കുറുക്കുവഴികളൊന്നായിരുന്നു സംഘനിരോധനം. 1963 അതേ കൂട്ടരെ കൊണ്ട് RSS എന്ന സംഘടനയുടെ 3500 ഗണവേഷധാരികളെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്യാൻ ക്ഷണിച്ചതുവരെയും ഭാരതവും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ക്ഷണിക്കുന്ന നിലയിലേക്കും സംഘടനയെ എത്തിച്ച് മധുര പ്രതികാരം ചെയ്ത സംഘാടകൻ കൂടിയാണ് ഗുരുജി. ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്നതിൽ നിർണായക ഇടപെടലുകൾ നടത്തിയതും ഗുരുജി ഗോൾവർക്കറാണ്.
ദേശീയതയെ മുറുകെ പിടിച്ച് സംഘടനയെ രാഷ്ട്രത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കാൻ ഗുരുജി ഭാരതത്തിലുടനീളം യാത്ര ചെയ്തു. മാർഗദർശകമായി വരേണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിന്നും അംഗീകാരത്തിന്റെ തലത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1906 ഫെബ്രുവരി മാസം 19 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ രാംടേക്കിലായിരുന്നു ജനനം. പഠനത്തിന് ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ആ സമയത്താണ് സംഘത്തിന്റെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായത്. 1962 ചൈനയുടെ ചതി ഗുരുജി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ABVP, ജനസംഘം, വിശ്വഹിന്ദു പരിഷത്ത്, BMS എന്നീ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളെല്ലാം ഗുരുജിയുടെ അനുഗ്രഹാശിസുകളോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ്. കർമ്മനിരതനാവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്നും ലക്ഷോപലക്ഷം സ്വയംസേവകർക്ക് മാർഗദർശിയായി നിലകൊള്ളുന്ന ആ യുഗപ്രഭാവന ജനൻ ടിവിയുടെ ശതകോടി പ്രണാമം. മാധവാനിഞ്ചരണയുഗളം മാർഗദർശകമായി വരേണം. ന്യൂസ് ഡെസ്ക് ജനം. ഇനി കാണാം ഇന്നലകൾ ഇന്ന്. ഇന്ന് ഫെബ്രുവരി 19 പൂജനീയ ഗുരുജി ഗോൾവാൾക്കറുടെ 119ാം ജന്മദിനം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലക് മാധവ് സദാശിവ ഗോൾവാക്കർ അഥവാ ഗുരുജി. രാഷ്ട്ര പരംവൈഭവം എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ച ഭാരതത്തിലെ ദേശീയ ചിന്തകരിൽ പ്രമുഖൻ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള രാംടെക്കിൽ സദാശിവറാവുവിന്റെയും ലക്ഷ്മിഭായ് ഗോൾവാൾക്കറിന്റെയും മകനായി 1906 ഫെബ്രുവരി 19 മാധവ് സദാശിവ ഗോൾവാക്കർ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് സദാശിവറാവു ഒരു അധ്യാപകനായിരുന്നു. കൗമാരപ്രായത്തിൽ തന്നെ ദേശീയതയിലും ആധ്യാത്മികതയിലും അദ്ദേഹത്തിന് അഗാധമായ താൽപര്യമുണ്ടായിരുന്നു. 1924 ഇന്റർമീഡിയറ്റ് പാസായ ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം സമുദ്ര ജീവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടാൻ മദ്രാസിലേക്ക് പോയെങ്കിലും പിതാവിന്റെ ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ കാരണം പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. തിരികെ വന്ന് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അധ്യാപകനായി. അവിടുത്തെ വിദ്യാർത്ഥികൾ ഗോൾവാക്കറെ ആദരവോടെ ഗുരുജി എന്ന് അഭിസംബോധന ചെയ്തു. പിന്നീട് സംഘടനാ പ്രവർത്തകരും അനുയായികളും ഗുരുജി എന്ന് ആദരവോടെ വിളിച്ചു തുടങ്ങി. അസാമാന്യമായ ഓർമ്മശക്തിയും അതിശയകരമായ ബുദ്ധിപ്രതിഭയും സഹിഷ്ണുതയും അച്ചടക്കവും വിദ്യാർത്ഥികളുടെ അതിരുകളില്ലാത്ത സ്നേഹവുമുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു ഗുരുജി. 1939 ഗുരുജിയെ RSSന്റെ സർകാര്യവാഹായി ഡോക്ടർ ഹെഡ്ഗേവാൾ പ്രഖ്യാപിച്ചു. 1940 ജൂലൈ 3 ഗുരുജി RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായി ചുമതലയേറ്റു. 1940 മുതൽ ദീർഘകാലം സംഘടനയെ നയിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ മാർഗത്തിൽ സംഘടനയെ നയിച്ചു. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംഘടനയെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിലെ ഉപജാപക വൃന്ദം കണ്ടെത്തിയ അനേകം ഗൂഢാലോചനകളിലൊന്നായ ഗാന്ധിവധത്തിന്റെ പേരിൽ പ്രവർത്തന നിരോധനവും നേരിട്ടു. 1963 അതേ കൂട്ടരെ കൊണ്ട് RSS എന്ന സംഘടനയുടെ 3500 പേരുടെ ഒരു വാഹിനിയെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്യാൻ ക്ഷണിച്ചതും ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ക്ഷണിക്കുന്ന നിലയിലേക്കും സംഘത്തെ വളർത്തിയെടുക്കാനും അതിലൂടെ മധുര പ്രതികാരം ചെയ്യാനും കഴിഞ്ഞ മഹാനായ സംഘാടകനാണ് ഗുരുജി. സംഘടനയുടെ ഭാവി മാത്രമായിരുന്നില്ല, അതോടൊപ്പം രാജ്യം നേരിടുന്ന ആപത്തുകളും അതിനെ പ്രതിരോധിക്കാനുതകുന്ന സംഘടനാ സംവിധാനങ്ങളും ഒരുക്കാൻ വളരെ മുന്നേ തന്നെ ഗുരുജിക്ക് സാധിച്ചു. 1973 ജൂൺ 5 ഗുരുജി ഗോൾവാൾക്കർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ രാവിലെ മുതൽ കാത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഈ ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയുമായിട്ടുള്ള ദൗത്യം. ഇന്നലെ അതിന്റെ ഒരു മോക്ക് ഡ്രില്ലൊക്കെ നടന്നിരുന്നു. അത് വളരെ വിജയകരമായിരുന്നു. ഇന്നിപ്പോൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും
ഇനി സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാകും, അല്ലെങ്കിൽ അനുകൂലമായാൽ ആനയെ ഉടൻ മയക്കുവെടി വയ്ക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡോക്ടർ അരുൺ സക്രിയെ അടക്കം 25 പേരാണ് ദൗത്യ സംഘത്തിലുള്ളത്. കുങ്കിയാന നിൽക്കുന്ന സ്ഥലത്തേക്ക് ആനയെ എത്തിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കൃത്യമായി തന്നെ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുങ്കിയാനകളുടെ അടുത്തേക്ക് എത്തിക്കുക, സാഹചര്യം അനുസരിച്ച് മയക്കുവെടി വെക്കുക എന്നുള്ള അനുകൂല സാഹചര്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അരുൺ സക്രിയെ അടങ്ങുന്ന സംഘം. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും ആനയെ ഇപ്പോൾ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് DFO ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെറ്റിലപ്പാറ 17-ാം ബ്ലോക്കിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉൾക്കാട്ടിനകത്തേക്ക് ആന കയറിയിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് ആ സ്ഥലങ്ങളിലേക്ക് പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമറകളും മറ്റു ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ആനയെ ബുദ്ധിമുട്ടിക്കരുത്. ആനയുടെ ശ്രദ്ധ തിരിയാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കോ ദയവ് ചെയ്ത് വിഷ്വലുകൾ എടുക്കാനൊന്നും കാട്ടിലേക്ക് അകത്ത് കയറുന്നു വനംവകുപ്പ് കൃത്യമായിട്ടുള്ള ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും ഈ RRT സംഘങ്ങളും അരുൺ സക്രി നേതൃത്വത്തിലുള്ള ഈ സംഘവും ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുഴക്കരയിലായിരുന്നു അല്പസമയം മുമ്പ് ആന. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ അടുത്ത് വെച്ചുകൊണ്ട് മയക്കുവെടി വയ്ക്കുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമാണ്. 2 തവണ പടക്കം പൊട്ടിച്ചിരുന്നു. ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ആനയുടെ കൂടെ മറ്റൊരു കൊമ്പൻ കൂടി കൂടിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത് ചെറിയ ഒരു ദുഷ്കരമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് ആനയെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുള്ളൂ. ആനയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കുങ്കിയാനകളുടെ സമീപത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മയക്കുവെടി വയ്ക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. മയക്കുവെടി വയ്ക്കലും അതീവ ദുഷ്കരമാണ്. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ആന അതീവ ക്ഷീണിതനാണ്. ആന ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആന ശാരീരികമായി വലിയ അവസ്ഥ നിലയാണുള്ളത്. മാത്രമല്ല ഈ പരിക്കും അതീവ ഗുരുതരമായിട്ട് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അരുൺ സക്രി മാധ്യമങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം 30% മാത്രമാണ് അരുൺ സക്രി ക്ഷമിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള വനംവകുപ്പ് പറഞ്ഞ കാര്യം 30% മാത്രമാണ് ഈ ആന രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത. പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ള ദൗത്യത്തിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് വനംവകുപ്പ് എടുത്തിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ആനയെ മയക്കുവെടി വയ്ക്കുകയും തുടർന്ന് ആനയെ പിടികൂടി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി കോടനാടുള്ള അഭയാരണ്യത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. തുടർന്ന് അവിടെ നിർത്തിക്കൊണ്ട് ഏതാണ്ട് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സ തന്നെയായിരിക്കും. കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് ഒരു ദിവസം ചികിത്സയിലേക്ക് വിട്ടത്. അത് ആ ചികിത്സ ഫലപ്രദമായിരുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇൻസ്പെക്ടർ വ്യക്തമാക്കിയത്. പക്ഷേ ഈ കൂടുതൽ ഇൻഫെക്ഷൻ വീണ്ടും വന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ചികിത്സിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാലും അല്പസമയത്തിനകം തന്നെ ആനയെ പിടികൂടാം. കൂടുതൽ ദൃശ്യങ്ങൾ അതിനുശേഷം വരുന്നതായിരിക്കും. ആനന്ദ്, അതോടൊപ്പം ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കാരണം നമുക്കറിയാം ആന തീർത്തും അവശനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുറിവിൽ വ്രണമായി രൂപാന്തരപ്പെടുകയും പഴുപ്പ് ഉൾപ്പെടെ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അത് വിലയിരുത്താൻ കഴിയുന്നുണ്ടോ ഡോക്ടർമാരടങ്ങുന്ന സംഘത്തിന്? അതായത് കഴിഞ്ഞ ദിവസം നൽകിയ വിവരം അനുസരിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ആശങ്കയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മുറിവിന്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയുന്നതും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ ക്ലോസപ്പ് വിഷ്വലിൽ കാണുന്നതാണ്. കാരണം ഈ ആനയ്ക്ക് തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിലാണ് പരിക്കുണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഓരോ ദിവസം കഴിയുന്നതും മുറിവിന്റെ വലിപ്പം കൂടി വരുന്ന ഒരു കാഴ്ച, ആഴം കൂടി വരുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ആന തുമ്പിക്കൈ ഉപയോഗിക്കുന്നുണ്ട് കാര്യമായിട്ട് തന്നെ. അതുകൊണ്ട് അത് ബ്രെയിനിലേക്ക് ആ ഇൻഫെക്ഷൻ കടന്നിട്ടില്ല നിലവിൽ ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ആശങ്കയുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഈ കൂടിന്റെ പണികൾ കൂട് ഫലപ്രദമായിട്ടുള്ള പണികൾ വൈകിയത് കൊണ്ടാണ് ഈ ദൗത്യം വൈകിയത് എന്നാണ് നമുക്കറിയുന്നത്. ഏതാണ്ട് 170-ലധികം വരുന്ന യൂക്കാലിപ്റ്റസ് തടികൾ മുറിച്ച് ഉണ്ടായിരുന്നു ഇന്നലെ വീണ്ടും കൂടുതൽ ബലപ്പെടുത്തുന്ന പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. എന്നാലും ആന അവശതയിലാണ്. പക്ഷെ തുമ്പിക്കൈ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമല്ലെങ്കിലും പക്ഷെ ആശങ്ക ജനിപ്പിക്കുന്ന നിലയിൽ തന്നെയാണ് ആനയുടെ ആരോഗ്യസ്ഥിതിയുള്ളത്. ഇനിയും ഈ ദൗത്യം വൈകുന്നത് തീർച്ചയായിട്ടും ആനയുടെ ജീവനെ വലിയ ഭീഷണി ഉയർത്തും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ശരി ആനന്ദ്, എന്തായാലും അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുങ്കിയാനകളുടെ അടുത്ത് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. സാഹചര്യം അനുകൂലമായാൽ ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കാനാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം. ആനന്ദ് പുതൂറാണ് വിവരങ്ങൾ നൽകി. ഈ മയക്കുവെടി എങ്ങനെ ആനയുടെ ആരോഗ്യസ്ഥിതി കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ
സങ്കടം തോന്നുന്നത് തീർത്തും ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഇങ്ങനെ അത് സർവൈവ് ചെയ്യുന്നുള്ളത്. ഏതായാലും അതൊക്കെ നോക്കി മാത്രമല്ലേ അവരത് ചെയ്യുള്ളൂ. അവർ എക്സ്പേർട്സ് ആണല്ലോ. ഓക്കെ, ഏതായാലും നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. ഡൽഹി ജനതയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച BJP സർക്കാർ അധികാരമേൽക്കും മുൻപ് യമുന നദിയുടെ ശുചീകരണം ആരംഭിച്ചു. നദിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നത് തുടരുകയാണ്. യമുനയുടെ തീരത്തു നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. പോയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നത് യമുന നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഡൽഹിയിൽ അധികാരത്തിലിരുന്ന ആം ആദ്മി സർക്കാർ യമുനയുടെ ശുചീകരണത്തിനായി ഒന്നും ചെയ്തില്ല എന്ന വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഐതിഹാസികമായ വിജയം ഡൽഹിയിലെ ജനങ്ങൾ സമ്മാനിച്ചു. ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല. BJPയുടെ സത്യപ്രതിജ്ഞ 20-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെയും നിർദ്ദേശപ്രകാരം യമുന നദിയുടെ ശുചീകരണം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതായത് BJP സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ നിൽക്കുന്നത് ITOയിലെ ഒരു കടവിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്യാധുനിക ഉപകരണങ്ങൾ യമുന നദിയിലേക്ക് ഇറക്കി ഇപ്പോൾ മാലിന്യങ്ങൾ കോരിക്കളയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. तो मोदी भी योगी भी बाबा लोग हैं हम तो बिन झोली के फकीर। जब बिन झोली के फकीर हमने तो देशों के लिए ही सोचा है कि अपने देश आबाद कर रहे हैं। हमेशा हम लोगों ने ये नहीं सोचा कि अपना पेट भर गया जनता भूखा रहे। ഇത്തരം മെഷീനുകൾ ഈ യമുനയുടെ വിവിധ ഭാഗങ്ങളിലായി നിലവിൽ വിന്യസിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. BJPയുടെ പ്രഖ്യാപിത നയം എന്നത് നമാമി ഗംഗ പോലെ നമുക്കറിയാം. ഗംഗയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് 2014 ദേശീയ തലത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. അത് എല്ലാ അർത്ഥത്തിലും ഫലം കാണുകയും നമാമി ഗംഗയുടെ ഭാഗമായി ഗംഗാ നദിയുടെ ശുചീകരണം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. അതേ മാതൃകയിൽ രാജ്യതലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന യമുനയുടെ ശുചീകരണം ഉറപ്പുവരുത്തും എന്നതാണ് BJPയുടെ പ്രഖ്യാപിതമായ നയം. അതിനാലാണ് BJP സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ യമുന നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഗ്യാനേഷ് കുമാർ ചുമതലയേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരടങ്ങുന്ന സമിതിയാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തത്. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേൽക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്നുള്ള പുതിയ സമിതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം രാജീവ് കുമാർ അദ്ദേഹം ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1988 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗ്യാനേഷ് കുമാർ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഇന്നിപ്പോൾ നിർമ്മാൺ ഭവനിൽ ചുമതലയേൽക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും വലിയ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് 22 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ 2027 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഇതിനെല്ലാം നേതൃത്വം നൽകേണ്ടത് ഗ്യാനേഷ് കുമാറാണ്. അദ്ദേഹം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് ഈ വർഷം നവംബറിൽ നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ ഏപ്രിൽ മാസത്തിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലാവധി 2029 ജനുവരി വരെയാണ്. അതായത് 2029 ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 19ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുൻപായി 2029 ജനുവരി മാസം വരെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ഉണ്ടാകും. അദ്ദേഹത്തിന് മുന്നിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തണം. അതോടൊപ്പം തന്നെ 2027 ജൂലൈ മാസത്തിൽ നടക്കുന്ന പ്രസിഡന്റും ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനും അദ്ദേഹം നേതൃത്വം നൽകണം. അദ്ദേഹത്തിന് കേരളവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ്. 1988 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഒപ്പം എറണാകുളം ജില്ലാ കളക്ടറായും അതോടൊപ്പം തന്നെ ഡൽഹി കേരള ഹൗസിന്റെ റെസിഡന്റ് കമ്മീഷണറായും ഒക്കെ പ്രവർത്തിച്ച് മലയാളം
സംസാരിക്കാനൊക്കെ Okay. അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗൗതം കമ്മീഷണർ ഒന്ന് ഇടപെടുകയാണ്. അതിരപ്പള്ളിയിലെ ആനയുടെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മയക്ക് വെടി വെച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആനയെ മയക്ക് വെടിവെച്ച സാഹചര്യത്തിൽ അവിടുത്തെ അടിയന്തര അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആനന്ദിനോട് ചോദിക്കാം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ആനയെ മയക്ക് വെടി വെച്ചിരിക്കുന്നു, എന്താണ് വിലയിരുത്തൽ? വീണ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ് മയക്കുവെടി വെച്ച ആനയ്ക്ക് മയക്കുവെടി വെച്ചിരുന്നു. ഒരു റൗണ്ട് ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആനയുടെ കൂടെ മറ്റൊരു കാട്ടാനയും ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വലുകളാണ്. മയക്കുവെടി വെച്ച ആന ഇതാ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് ആ മുറിവിൽ തലോടുന്ന കാഴ്ച. തൊട്ടടുത്തുള്ള ആന തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആനയെ തലോടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ച ആന അതിരപ്പള്ളി 17-ാം ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ ഈ കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാനകളും ഏതാണ്ട് സമീപത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ഒരു റൗണ്ട് ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള കുങ്കിയാന ആനയെ ഏതാണ്ട് ദൗത്യത്തിന്റെ ആരംഭിക്കുന്നു. തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആ ആന, അതായത് കുങ്കി ആന, ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തള്ളി നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്തുണ്ട്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ആനയെ ഈ മറ്റ് കുങ്കി ആനകളുടെ അടക്കം സഹായത്തോടു കൂടി തന്നെ ലോറിയിൽ കയറ്റിക്കൊണ്ട് ഈ കോടനാടുള്ള ഈ ആരണ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം അല്പസമയത്തിനകം തന്നെ ആ കാര്യം നടക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഈ ആനയെ വളഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ്. ആനയുടെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ആന കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കുങ്കിയാന ആനയുടെ തൊട്ടടുത്തുണ്ട്. അരുൺ സക്രി അടങ്ങുന്ന സംഘമുണ്ട്, RRT സംഘങ്ങളുണ്ട്, വനംവകുപ്പ് സംഘങ്ങളുണ്ട്. എല്ലാവരും ആനയെ ഏതാണ്ട് വളഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഇന്നത്തോടു കൂടി തന്നെ ഈ ദൗത്യം, അതായത് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്, ആനയെ ചികിത്സ നൽകുന്ന ഘട്ടത്തിലേക്ക് ആരംഭിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ ചെക്ക് പോസ്റ്റിലൂടെ. പക്ഷേ വാഹനങ്ങളെല്ലാം പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആൾ സാന്നിധ്യം നാട്ടുകാരെല്ലാം ഈ പ്രദേശത്ത് നിന്ന് മാറ്റുന്നുണ്ട്. ഇത് കാണാനെത്തിയ ആളുകളെ മാറ്റുന്നുണ്ട്. കാരണം യാതൊരു കാരണവശാലും ആനയുടെ ശ്രദ്ധ തിരിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലുകളും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പ് നടത്തുന്നുണ്ട്. RRT സംഘങ്ങൾ കൃത്യമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഏതാണ്ട് 400 മീറ്ററോളം അകലെയാണ് ഈ ആനയുള്ളത്. ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഈ ആനയെ ഏതാണ്ട് വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ അല്പസമയത്തിനകം തന്നെ ഈ വാഹനത്തിൽ കയറ്റും. പക്ഷേ സമയമെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കുങ്കിയാന മാത്രമാണുള്ളത്. ബാക്കിയുള്ള കുങ്കിയാനകളും സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് മുമ്പാണ്, ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആനയെ മയക്കുവെടി വെച്ചിട്ടുള്ളത്. ഒരു റൗണ്ട് മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആനയുടെ മൂവ്മെന്റുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. RRT സംഘങ്ങളും അരുൺ സക്രി അടക്കമുള്ള സംഘങ്ങളും ഏതാണ്ട് ആനയിൽ നിന്ന് ഏതാണ്ട് 200 മീറ്ററോളം തൊട്ടപ്പുറത്തുണ്ട്. ആനയെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുങ്കിയാന മസ്തകത്തിൽ പരിക്കേറ്റ ആനയോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുകയാണ്. ഇനി വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക എന്നുള്ള ദൗത്യമാണ്. ആനയുടെ ചെവി ആടുന്നത് പോലും മെല്ലെ ആയിട്ടുണ്ട്. മയക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി എങ്ങനെയായിരിക്കും ആനന്ദ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക? കാരണം ആ ഭാഗത്തേക്ക് വാഹനം എത്തിക്കുകയാണോ അതോ ആനയെ കുറച്ചുകൂടി കുങ്കിയാനകളുടെ സഹായത്തോടെ മുന്നിലേക്ക് നിൽക്കുകയാണോ? എങ്ങനെയാണ് ദൗത്യസംഘം ഇപ്പോൾ നിലവിൽ ചിന്തിക്കുന്നത്? ഏതു രീതിയിലായിരിക്കും ഇനി തുടർ നടപടികളെന്നാണ് നമുക്ക് കരുതേണ്ടത്? അതായത് ഈ വാഹനം കടന്നു പോകുന്ന വഴി തന്നെയാണ്. ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലും അതിനു സമാനമായിട്ടുള്ള ഈ കോടനാടിന് സമാനമായിട്ടുള്ള ഒരു കൂട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അല്പസമയം, ഏതാണ്ട് മിനിറ്റുകൾ കഴിഞ്ഞാൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച കൂടിയാണ്. കുങ്കിയാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 കുങ്കിയാനകളുണ്ട്. മറ്റ് കുങ്കിയാനകളുടെ സഹായവും ഉടനടി തന്നെ അല്പസമയത്തിനകം തന്നെ തേടുമെന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡിൽ ശബ്ദം കുറയ്ക്കാനാണ് വനംവകുപ്പിന്റെ ഒരു നിർദ്ദേശമുള്ളത്. ആനയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കൂടുതൽ കുങ്കിയാനകളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കും. ഏതാണ്ട് 200 മീറ്റർ മാത്രം, റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ആന ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം, ഈ ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കയറ്റാനുള്ള വാഹനം
അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. തുടർന്നായിരിക്കും ഈ ആനയെ ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് കോടനാടുള്ള ആരണ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ആ ദൗത്യം വളരെ പെട്ടെന്ന് തന്നെ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഏതാണ്ട് 6:45 കൂടി തന്നെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്തത്. തുടർന്ന് ആദ്യഘട്ട മയക്കുവെടി, ആദ്യ റൗണ്ട് മയക്കുവെടി വെക്കുന്നു. ആന ഏതാണ്ട് വരുതിയിലായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആന ഏതാണ്ട് ഒരു മയങ്ങിയ അവസ്ഥയിലാണുള്ളത്. കുങ്കിയാന ആനയെ മറ്റേ ആനയെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പരമാവധി ഈ റോഡിന്റെ വശങ്ങളിലേക്ക് തള്ളി നീക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ആന പൂർണ്ണമായും ഈ മയക്കത്തിലേക്ക്, പൂർണ്ണമായും മയക്കം എന്ന് പറയുമ്പോൾ ഒരു ഭാഗികമായിട്ടുള്ള അർദ്ധമയക്കത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായിക്കൊണ്ട് തന്നെ ഈ ആന ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു വേദന കൂടിയായിരുന്നു. കാരണം മസ്തകത്തിൽ മുറിവേറ്റുകൊണ്ട് ചെളിയും മണ്ണും വാരി മസ്തകത്തിലേക്ക് എറിഞ്ഞു നടക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ നാട്ടുകാരുടെയും മാത്രമല്ല മലയാളികളുടെ എല്ലാം വളരെ ഒരു വേദന തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചികിത്സ നൽകി കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിട്ടെങ്കിലും പക്ഷേ അത് പൂർണ്ണമായും ഫലം കണ്ടിരുന്നില്ല. അദ്ദേഹം അന്ന് അരുൺ സക്രിയ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തീർച്ചയായിട്ടും ആനയെ തള്ളിയിട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ കുങ്കിയാന തള്ളിയോടുകൂടി ആന ഇപ്പോൾ നിലത്ത് വീണിരിക്കുന്നു. ആനയെ തള്ളിയിരിക്കുകയാണ്. ആനന്ദ്, മറ്റേ ആനയെ മാറ്റുന്നുള്ള ശ്രമമാണ്. ആനയുടെ കൂടെയുള്ള അതെ ആനന്ദ്, ഇപ്പോൾ മയക്കുവെടി ഏറ്റ ആന നിലത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ഏഴാറ്റുമുഖം. തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ച കാര്യം വേറൊരു ആന, ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന തീർച്ചയായിട്ടും അതായത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന വന്ന് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തട്ടിയിട്ടിരിക്കുകയാണ്, മറച്ചിട്ടിരിക്കുകയാണ്. ആ ആനയെ ഓടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മയക്കുവെടി വെച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന പെട്ടെന്ന് വരികയും ഈ ആനയെ തള്ളിയിടുകയും ചെയ്തു. വളരെ സങ്കടമായിട്ടുള്ള കാഴ്ച. ആന ഏതാണ്ട് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആന വീണിരിക്കുന്നു. ആ ആനയെ ഓടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വെടി വെച്ചിട്ടുള്ളത്. വളരെ ഭീതിജനകമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഈ മസ്തകത്തിൽ അനന്ത ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഈ മസ്തകത്തിൽ പരുക്കേറ്റ ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളിലേക്ക് കടന്നപ്പോൾ ആനയോട് ചേർന്ന് നമ്മൾ കാണുന്നത് ഏഴാറ്റുമുഖത്തിനെ തന്നെയാണല്ലേ? അപ്പോഴും കുങ്കിയാനകൾ ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏഴാറ്റുമുഖം തുടർന്ന് മറച്ചിട്ടതിന് ശേഷം, മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ തള്ളിയിട്ടതിന് ശേഷമാണ് വനപാലകർ വെടിയുതിർക്കുകയും ഇവനെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി, ഏഴാറ്റുമുഖത്തിനെ അവിടെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയതും അല്ലെ? ഈ കാട്ടാന എങ്ങനെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നത്? അതായത് നേരത്തെ കുങ്കിയാനകൾ തൊട്ട് സമീപം തന്നെ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്താണ് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഈ കാട്ടാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നത്. ഈ ആനയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വനംവകുപ്പ് അല്പസമയം മുമ്പ് വെടിപൊട്ടിച്ചത്. കാരണം കുങ്കിയാനകൾ ഇപ്പോഴും പരിസരത്തൊന്നും കുങ്കിയാനകൾക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഈ കാട്ടാന കൂടെയുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം തന്നെ ഈ മയക്കുവെടി വെക്കുന്ന സമയത്തും ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ മസ്തകത്തിൽ വെടിയേറ്റ ആനയുടെ സമീപം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ ആനയെ കുത്തി മറച്ച് ഇടുന്നതാണ്. ആന ഇപ്പോൾ വീണ് കിടക്കുകയാണ്. കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഈ സംഘം ആനയെ പരിശോധിക്കുന്നതിനായി ഇപ്പോൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ കുങ്കിയാനകൾ സമീപത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടാനയായിട്ടുള്ള ഈ ഏഴാറ്റുമുഖം ഗണപതി ആനയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരുന്നു. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഈ ആനയെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കുത്തി മറച്ചിട്ടിരിക്കുന്നു. ഈ ഏഴാറ്റുമുഖം ഗണപതിയെ മറികടക്കുന്ന കാട്ടിലേക്ക് എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ പായിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് നമ്മളെ അടക്കം ഈ പ്രദേശത്ത് നിന്ന് മാറ്റാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം വളരെ അപകടകരമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ഈ മയക്കുവെടി വെച്ചതിന് ശേഷം മസ്തകത്തിൽ പരിക്കേറ്റ ആനയോട് ചേർന്ന് നിൽക്കുന്ന കാട്ടാനയായിരുന്നല്ലോ. അപ്പോഴും ഈ കുങ്കിയാനകൾ, അതായത് വിക്രം, കുഞ്ചു, കോന്നി സുരേന്ദ്രൻ, ഈ 3 കുങ്കിയാനകളും
സ്ഥലത്ത് എത്തിയിരുന്നില്ല. അപ്പോഴൊക്കെ ഇത് വനപാലകർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഈ കാട്ടാന എന്തിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റ ആനയുടെ അടുത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ നിരീക്ഷിക്കുകയായിരുന്നു. ഇത് തിരിച്ച് ഈ പരിക്കേറ്റ ആനയെ തള്ളി മറിച്ചിട്ടപ്പോൾ മാത്രമാണോ ഇവർക്ക് അവിടെ ഒരു അപകട സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായതും വെടിയുതിർത്തുകൊണ്ട് ആനയെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതും? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ കണ്ടതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. കാരണം ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയായിരുന്നു ഈ ആനയുടെ കൂടെ തന്നെ നിലയുറപ്പിച്ചിരുന്നത്. ഈ ആന അല്പസമയം മുമ്പ് ഈ ആനയെ, അതായത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തള്ളി മറച്ചിടുന്നു. ഈ വനം വകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാന എത്രയും പെട്ടെന്ന് തന്നെ അകത്തേക്ക്, അതായത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കൂടെയുള്ള മറ്റ് കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി എത്രയും പെട്ടെന്ന് തന്നെ വനത്തിലേക്ക് വലിയുമെന്നായിരുന്നു. പക്ഷേ ഈ ആനയെ മയക്കുവെടി വെച്ചോടുകൂടി തന്നെ ആന അവശനിലയാവുകയും തുടർന്ന് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ കാട്ടാനയെ, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ഈ കാട്ടാനയെ കുത്തിയിടുകയായിരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു അപകടം. കാരണം കൂടുതൽ ആക്രമണങ്ങളിൽ ഏറ്റുവാങ്ങാനുള്ള ഒരു സാധ്യത ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്കുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായാണ് വനംവകുപ്പ് ഇത്തരത്തിൽ ഈ വെടിപൊട്ടിച്ചുകൊണ്ട് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ച് പായിപ്പിച്ചത്. ഇപ്പോൾ വെള്ളം, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ബോട്ടിലുകളിൽ, ക്യാനലുകളിലാക്കി വെള്ളം കൊണ്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളാണ്. അത്ര അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഏതാണ്ട് 400 മീറ്ററോളം അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അങ്ങോട്ട് പ്രവേശനം അനുവദിക്കില്ല. മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് പോലും റിസ്ക് ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ക്യാനുകളിലാക്കി, വലിയ ക്യാനുകളിലാക്കി മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന് വെള്ളം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം, ഡോക്ടർമാരുടെ ഒരു സംഘം കൂടെയുണ്ട്. RRT സംഘങ്ങളുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുണ്ട്. എന്തായാലും നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ പതിഞ്ഞത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വലുകളാണ്. ആന, ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന കാട്ടാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മറച്ചിടുന്ന ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് മയക്കുവെടി ഏറ്റ സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഈ കുങ്കിയാനകൾ, ഈ 3 കുങ്കിയാനകളും ഈ പ്രദേശത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. വിക്രം, കുഞ്ചു, സുരേന്ദ്രൻ, ഈ 3 കുങ്കിയാനകളും ഈ ആനയുടെ അടുത്തേക്ക് മാറുന്ന ദൃശ്യങ്ങളാണ്. 3 കുങ്കിയാനകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദൗത്യം ഏതാണ്ട് ഓണാണ്. രാവിലെ 6 കൂടി തന്നെ ദൗത്യം ഓണായതാണ്. ആനയെ ആദ്യഘട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂറോട് കൂടി തന്നെ ആനയെ മയക്കുവെടി വെക്കുന്നു. പക്ഷേ ഈ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കാട്ടാന മൂലം തന്നെ കുങ്കിയാനകൾ സമീപത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും പക്ഷേ ഈ ആനയുടെ കൂടെയുള്ള ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഈ കാട്ടാന ഈ സമീപത്ത് നിന്ന് മാറാത്തത് കൊണ്ട് കുങ്കിയാനകളെ തൊട്ടപ്പുറത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നു. ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മറച്ചിടുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ആ കുങ്കിയാനകൾ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് കുങ്കിയാനകൾ എത്തിച്ചേർന്നിരിക്കുന്നു. കുങ്കിയാനകൾ, 3 കുങ്കിയാനകൾ, വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എത്തിച്ച 3 കുങ്കിയാനകൾ, വിക്രം, കുഞ്ചു, സുരേന്ദ്രൻ എന്നീ 3 കുങ്കിയാനകളും മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ആന ഇപ്പോഴും, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആന ഇപ്പോഴും നേരത്തെ ഏറ്റ ആഘാതത്തിൽ മറിഞ്ഞ് വീണിരിക്കുകയാണ്. വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ ജനം ടിവിയുടെ ക്യാമറ കണ്ണിലൂടെ കണ്ടത്. എന്തായാലും 3 കുങ്കിയാനകൾ ഈ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയ്ക്ക്, മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല വെള്ളം ദേഹത്ത് ഇടവേളകളിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയും വേണം. കാരണം അതിൻ്റെ ശരീര താപനില നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയുടെ ദേഹത്തേക്ക് ഇങ്ങനെ നിരന്തരം വെള്ളം നിശ്ചിത ഇടവേളകളിൽ തളിച്ചുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചും ആവശ്യകരമായ ഒരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം ആനന്ദ്, ഇപ്പോൾ ദൗത്യ സംഘം ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? നമുക്കറിയാം മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല, വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതറിയാം. എന്നിരുന്നാൽ പോലും ഈ ആന നിലത്തേക്ക് വീണത് ഒരു പ്രതികൂല സാഹചര്യമാണോ? കാരണം ആനയെ എങ്ങനെയെങ്കിലും വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കലായിരുന്നു. പക്ഷേ ഈ ഏഴാറ്റുമുഖം ഇത്തരത്തിൽ ഇതിനെ തള്ളിയിടുമെന്നും മറിച്ചിടുമെന്നും ഇത് നിലത്തേക്ക് വീണുപോയതും അവർക്കൊരു പ്രതികൂല സാഹചര്യമാണോ നിലവിൽ സൃഷ്ടിക്കുന്നത്?
തീർച്ചയായിട്ടും അത് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഇവിടെ അരങ്ങേറിയത്. ഒട്ടും വനംവകുപ്പും അതുപോലെ തന്നെ RRT ഉദ്യോഗസ്ഥരും ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മറ്റൊരു ആന കാട്ടാന ഉണ്ടെങ്കിൽ കൂടി ഈ തരത്തിലേക്കുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഈ ആന പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 3 കാട്ടാനകളും, അതായത് 3 കുങ്കി ആനകളും ഇപ്പോൾ ഈ ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ സമീപത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ അതുമായിട്ട് കൊണ്ട് ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ആന ഇപ്പോഴും നിലത്ത് വീണ് കിടക്കുകയാണ്. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കെറ്റിലുകളിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ആനയെ വെള്ളം നൽകുകയും അതുപോലെ തന്നെ ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുകയും നിരന്തരമായി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനയ്ക്ക് മയക്കുവെടി ഏറ്റിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനും ആന വിധേയമായത് എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തെ, ഈ ഒരു അവസ്ഥയെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവത്തെ അരുൺ സക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിദഗ്ധനാണ്. വർഷങ്ങളുടെ ഒരു പരിചയ സമ്പത്തുണ്ട് ഈ മേഖലയിലും. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നല്ലത് മാത്രം സംഭവിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ. നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെയാണ് മറ്റു ആനയുടെ ജീവന് അപകടമായിട്ടുള്ള തരത്തിലേക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഓരോ മനുഷ്യനും ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ശുഭപ്രതീക്ഷ നമുക്ക് സംഭവിക്കാം. എന്തായാലും ആനയെ ഇപ്പോഴും ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ മോശം അവസ്ഥ ഉള്ളത് ഈ ചുറ്റുവട്ടത്തുള്ളത്. ഇപ്പോൾ ഈ 3 ആനകളും, ഈ 3 കുങ്കി ആനകളും ഇപ്പോൾ ആനയെ വളഞ്ഞിട്ടുണ്ട്. അരുൺ സക്രിയ അടങ്ങുന്ന സംഘം ആനയുടെ തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിനായിരിക്കും ആദ്യം പരിഗണന നൽകുക. പ്രത്യേകിച്ച് ഈ കുങ്കി ആനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീണ് കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തും. അതെ അനന്ത, ഇപ്പോൾ നിലവിൽ RRT സംഘവും വനപാലക സംഘവും എല്ലാവരും തന്നെ നിലത്ത് വീണ് കിടക്കുന്ന പരിക്കേറ്റ ആനയുടെ ചുറ്റുമായി കൂടിയിട്ടുണ്ട്. ഇനി അവർ സ്വീകരിക്കുന്ന തുടർ നടപടികളായിരിക്കും എന്താണ് എന്നുള്ളത് അറിയേണ്ടത്. കാരണം അവർ വിചാരിച്ചതിന് വിരുദ്ധമായി ആന നിലത്തേക്ക് മറിഞ്ഞു വീണു എന്നുള്ളതാണ്. അത് കാട്ടാനയായ ഏഴാറ്റുമുഖം ഗണപതിയാണ് അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ DFO ലക്ഷ്മി മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നു, ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന പലപ്പോഴും വന അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്തൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം ചുറ്റിനും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വയ്ക്കുന്നതിൽ ചെറിയ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് DFO അന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി മയക്കുവെടി വെച്ച ആ മാത്രയിൽ തന്നെ ഏഴാറ്റുമുഖവും ആ പരിക്കേറ്റ ആനയുടെ അടുത്തേക്ക് എത്തുന്നു. തുമ്പിക്കൈ കൊണ്ട് അതിനെ ഇങ്ങനെ ചുറ്റിപ്പുണഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ കരുതിയതിനും അപ്പോഴൊക്കെ ഈ വനപാലക സംഘം ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് സാഹചര്യം എന്നത്. പക്ഷേ കരുതിയതിനും അപ്പുറം വളരെ പെട്ടെന്ന് നിലത്തേക്ക് തള്ളിയിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഒരല്പം പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ. തുടർന്നാണ് വനപാലക സംഘം വെടിയുതിർത്ത വെടിയൊച്ചയുടെ ശബ്ദത്തിൽ ഏഴാറ്റുമുഖം അവിടെ നിന്നും മാറിയത്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ്. കാരണം കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാം എന്നാണ് നിലവിൽ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലത്തേക്ക് വീണ് കിടക്കുന്ന പരിക്കേറ്റ ആനയെ എഴുന്നേൽപ്പിക്കുന്നതടക്കമുള്ള ദൗത്യം അങ്ങേയറ്റം ശ്രമകരമാണ് എന്നാണ് കരുതേണ്ടത്. ആനന്ദ്, അറിയാം പരിമിതികളുണ്ട് എന്നറിയാം. എന്നാലും ആനന്ദിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ വിവരങ്ങളോ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യം നിലവിലില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് തന്നെ നമ്മളെ മാറ്റാനുള്ള ഒരു ശ്രമങ്ങളാണ് വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംസാരിക്കുന്നത് പോലും, നമ്മൾ ഇത്തരത്തിൽ ഈ മൈക്കിൽ സംസാരിക്കുന്നത് പോലും ഈ വളരെ പ്രതികൂലമായിട്ട് ഈ ദൗത്യത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അല്പം മാറിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണത്തിന് DFO അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനം ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ വീണ് കിടക്കുന്ന ആനയെ ഏതെങ്കിലും നിലയിൽ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യഘട്ട പ്രയോറിറ്റി നൽകുന്നത്. എന്തായാലും ആന ഇപ്പോഴും നിലത്ത് വീണ് കിടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളത്. 3 ആനകളും 3 കുങ്കി ആനകളും ഇപ്പോൾ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വളഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ, കുഞ്ചു,
വിക്രം, ഈ 3 ആനകളും ഈ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രി നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം, ഡോക്ടർമാരുടെ ഒരു സംഘം ആനയുടെ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം RRT സംഘങ്ങളെല്ലാം ആനയുടെ തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. വെള്ളം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ആന വീണ് കിടക്കുന്ന പ്രദേശത്തേക്ക് കെറ്റിലുകളാക്കി വെള്ളം നിരന്തരമായി കൊണ്ടുവന്നു കൊടുക്കുന്നു. ആനയ്ക്ക് വെള്ളം നൽകുന്നുണ്ട്, ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആനയെ മയക്കൂടി ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആന ഇത്തരത്തിൽ വീണ് കിടക്കുന്നത് ഒരുപക്ഷെ അതിന് വളരെ ദോഷകരമായിട്ടുള്ള രീതിയിലേക്ക് പോകുമെന്നുള്ളൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല ശുഭ വാർത്തകൾക്ക് തന്നെ നല്ലത് മാത്രം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ജനം ടിവിയുടെ കണ്ണുകളിലൂടെ ജനങ്ങൾ കണ്ടത്. കാരണം ഈ ആന, ഈ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഈ കാട്ടാന ഈ മസ്തത്തിൽ മുറിവേറ്റ ആനയുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ പിടിച്ചെങ്കിലും പക്ഷേ ഒരിക്കലും ഈ ആനയെ, ഈ മസ്തത്തിൽ മുറിവേറ്റ ആനയെ കുത്തിയിടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ച, വളരെ പേടിപ്പെടുത്തുന്ന, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണിത്. എന്തായാലും ഈ JCB അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ മസ്തത്തിൽ മുറിവേറ്റ ആനയുടെ പരിസരത്തേക്ക് JCB കൊണ്ടുവരുന്നതാണ്. ഒരുപക്ഷെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ ഉയർത്താനുള്ള ശ്രമമായിരിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്താതെ യാതൊരു കാരണവശാലും ഈ ലോറിയിലേക്ക് കയറ്റുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ JCB കൊണ്ടുവരുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം വീണ് കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ JCBയുടെ സഹായം കൂടി തേടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ നിരവധി തവണ വെടിയുതിർക്കേണ്ട ഒരു സാഹചര്യം വനംവകുപ്പിനുണ്ടായി. ഏഴാറ്റുമുഖം ഗണപതിയെ കാട് കയറ്റാൻ ഒരു വേള ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് പോലും ഈ ഏഴാറ്റുമുഖം ഗണപതി അടുത്തിരുന്നു. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ട് അവർ വെടിവെച്ചതുകൊണ്ട് മാത്രമാണ് ഈ ആന ഈ കാടിനകത്തേക്ക് കയറിപ്പോയത്. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾക്കാണ്, വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് അല്പസമയം മുമ്പ് വരെ ഈ അതിരപ്പള്ളി കാഴ്ചക്കാരായി മാറിയത്. JCBക്ക് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. കാട്ടുവഴിയാണ് ഈ വഴി, എങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ കയറ്റാനുള്ള, ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളടക്കം ഈ പ്രദേശത്ത് നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. കാരണം അത് ദൗത്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പ സമയത്തിനകം തന്നെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറാനാണ് പറയുന്നത്. എന്തായാലും ഈ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ പരിക്കേറ്റ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ, JCB ഉപയോഗിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 3 കുങ്കിയാനകളും ആനയുടെ സമീപത്ത് തന്നെയുണ്ട്. JCBക്ക് പക്ഷേ ഈ ആനയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ വഴി കൃത്യമല്ല. എന്തായാലും ഈ വഴി JCB ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൃത്തിയാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വനംവകുപ്പ് അല്പം ദേഷ്യത്തിലാണ്. ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാലും ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തന്നെ ഈ ആനയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി വൃത്തിയാക്കി അതുവഴി ഈ ആനയെ താഴത്തേക്ക്, അതായത് ഈ ലോറിയിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പൊതുവെ ഉള്ളത്. ഏതായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചെങ്കിലും ഈ അപകടം റോഡിനോട് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണിത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉൾക്കാട്ടിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെങ്കിൽ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ ദൗത്യം പോകുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ കണ്ടുപോലെ തന്നെ ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ അകലെ മാത്രമാണ് ഇത് സംഭവിച്ചത്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ഈ വഴി ഒരുക്കുന്നതിൽ വളരെയധികം തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഉൾക്കാട്ടിൽ വെച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അതീവ ദുഷ്കരമായിട്ടുള്ള, പ്രത്യേകിച്ച് ആനയുടെ ജീവന് വളരെയധികം ഭീഷണി ഏൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേനെ. ആനയുടെ ചികിത്സ ആരംഭിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ ദൗത്യ സംഘം ലക്ഷ്യം വെക്കുന്നത്. കാരണം JCB ഒക്കെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക. ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രാഥമിക ചികിത്സ നൽകാൻ തയ്യാറാകുമോ? കാരണം ഡോക്ടർ അരുൺ സക്രി അടങ്ങുന്ന സംഘം അവിടെയുണ്ട്.
അതുകൊണ്ട് തന്നെ ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ ഉള്ള സാഹചര്യം ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ടാകും. ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ചികിത്സ നൽകിയതിന് ശേഷമായിരിക്കുമോ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക? തീർച്ചയായിട്ടും, അതായത് അരുൺ സക്കറയിൽ തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അദ്ദേഹം അത് പലതവണ ഇത്തരത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള ചികിത്സ ഇപ്പോൾ ഇതിനകത്തോടൊപ്പം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിതിയാണ് നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ആ തരത്തിലേക്ക് വനംവകുപ്പ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ആ പരിസരത്തേക്ക് പോകാൻ പോലും അനുവദിക്കുന്നില്ല. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചികിത്സ ആനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അത്രയും വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ കൃത്യമായി തന്നെ ആനയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സ തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ടാകും. എന്തായാലും വെള്ളം ഈ കെറ്റിലുകളിൽ നിറച്ച് വെള്ളം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആനയ്ക്ക് വെള്ളം കൊടുത്തിരുന്നു, ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആനയ്ക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആനന്ദ്, ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം വാഹന സൗകര്യം ആനയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനുള്ള വഴി ഒരുക്കുകയാണോ? അതാണോ ഇപ്പോൾ അത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ആനയെ പോക്കാനുള്ള ശ്രമം ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അത് വീണ്ടും കൂടുതൽ അപകടത്തിലേക്ക് എത്തുന്നു മനസ്സിലായതോടുകൂടി തന്നെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി, അതായത് ഈ ആനയെ കോടനാടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഈ ലോറി ഈ ആനയുടെ തൊട്ടരികിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് വഴിവെട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ചുരുങ്ങിയ ദൂരം മാത്രം, ഏതാണ്ട് ഒരു 200-250 മീറ്റർ ദൂരം മാത്രമാണ് ഈ ആനയുടെ പരിസരത്തേക്കുള്ളതെങ്കിൽ കൂടി ഈ ഒരു സാഹചര്യത്തിൽ അത്ര ദൂരം പോലും ആനയെ നടത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി വൃത്തിയാക്കുന്നത്. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള, വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് അല്പസമയം മുമ്പ് വരെ അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി ആദ്യഘട്ടത്തിലെല്ലാം ആനയുടെ ഒപ്പം നിലയുറപ്പിച്ചിരുന്നെങ്കിലും തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആനയെ തലോടിയിരുന്നെങ്കിലും പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ആനയെ കുത്തി മലർത്തി വീഴ്ത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അതീവ ഭീതിജനകമായിട്ടുള്ള, അതീവ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ അതിനെ മറികടന്നുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും ഡോക്ടർ അരുൺ സക്കറി നേതൃത്വത്തിലുള്ള സംഘവും. അതെ, പ്രേക്ഷകർ ആ കാഴ്ചയാണ് കാണുന്നത്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വയ്ക്കുന്നു. തുടർന്ന് ഏഴാറ്റുമുഖം മസ്തകത്തിൽ പരിക്കേറ്റ ആനയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ വളരെ കൗതുകകരമായി കണ്ടത്. തുമ്പിക്കൈ കൊണ്ട് തലോടുകയും ചുറ്റിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ കുങ്കിയാനയാണെന്ന് തെറ്റിദ്ധരിച്ചത്. കാരണം ഈ രീതിയിലാണല്ലോ കുങ്കിയാനകൾ ആനയെ അവിടെ കൊണ്ടുവരിക. പക്ഷെ അത് ആ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ആനയെ രാവിലെ തന്നെ സ്പോട്ട് ചെയ്തിരുന്നു. ആനയാണെന്ന് നമുക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് ആനയെ മറ്റ് വെടിശബ്ദങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഓടിക്കുമ്പോഴാണ് അത് മറ്റൊരു ആനയാണ് മനസ്സിലാക്കാൻ കഴിയും. ഒരു പക്ഷേ ആനയെ കൂടി ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. കാരണം ആന ആ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും വേറെ കൗതുകകരമായ കാഴ്ചയായിരുന്നു തുടക്കത്തിൽ വീണ. നമ്മൾ പറഞ്ഞതുപോലെ മയക്കുവെടി വെച്ചുവെങ്കിലും ഏഴാറ്റുമുഖം ഇങ്ങനെ തലോടിയും ചേർത്തുമൊക്കെ നിർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംരക്ഷണ കവചത്തിലാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിലും വളരെ ആകസ്മികമായാണ് ഏഴാറ്റുമുഖം തിരിയുകയും ഇത് മറിഞ്ഞു വിടുകയും ചെയ്യും. കാരണം സ്വാഭാവികമായും മയക്കുവെടിയുടെ ഒരു അവശത കാണും. ഈ ആന കുറച്ചുകൂടി അവശതയിലായിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിലത്തേക്ക് വീണുപോയത്. അങ്ങനെ നിലത്തേക്ക് വീണതാണ് ഇപ്പോൾ വനപാലക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ശ്രമകരമായ ദൗത്യം ആയിരിക്കുന്നത്. എന്തായാലും ആനന്ദ്, ഇപ്പോൾ അവിടെ ഏത് രീതിയിലുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്? ഒരു ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിയൊരുക്കുന്നുണ്ട്. കുങ്കിയാനകളെല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട്. വനപാലക സംഘം വലിയ തോതിൽ തന്നെ അവിടെയുണ്ട്. വെള്ളം കൊടുക്കുകയും ദേഹത്ത് വെള്ളം തളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും? അടുത്ത ഘട്ടം തീർച്ചയായിട്ടും ഈ ആനയെ എഴുന്നേൽപ്പിക്കുക എന്നുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന് തന്നെയായിരിക്കും പ്രാധാന്യം നൽകുക. കാരണം ആനയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ ലോറിയിലേക്ക് കയറ്റേണ്ടി വരും. ഈ കിടക്കുന്ന ഈ ഒരു രീതിയിൽ വെച്ച് ആനയെ ഒരിക്കലും ലോറിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്. JCB ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ആനയുടെ അടുത്തേക്കുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
പരമാവധി തടസ്സങ്ങളെല്ലാം JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 കുങ്കിയാനകളും ഈ മത്സരത്തിൽ മുറിവേറ്റ ആനയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. വിക്രമുണ്ട്, കുഞ്ചുണ്ട്, സുരേന്ദ്രനുണ്ട്. 3 ആളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ദൗത്യത്തിനും തയ്യാറായി തന്നെയാണ് 3 ആളുടെയും നിൽപ്പ്. അതുപോലെ തന്നെ ഡോക്ടർ അരുൺസിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, RRT സംഘങ്ങളുണ്ട്. ഏതാണ്ട് ഒരു 100ഓളം ആളുകൾ, 50 മുതൽ 100 വരെയുള്ള ഒരു ദൗത്യ സംഘത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആദ്യം ഞെട്ടിച്ചെങ്കിലും പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഈ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനും അതുപോലെ തന്നെ RRTക്കാരുടെ സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷന്റെ വേഗത വർദ്ധിപ്പിക്കാൻ തന്നെയാണ് എന്തായാലും തീരുമാനമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ റോഡിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഈ തരത്തിൽ ഈ കുങ്കിയാനം, ഈ മയക്കുവെടിയേറ്റ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ഈ ലോറിയിലേക്ക് കയറ്റാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷെ ആന വീഴുമെന്ന്, അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുങ്കിയാനകളും അത്തരത്തിലുള്ള കാട്ടാനകളും ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അത് കുങ്കിയാനയാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്. പക്ഷേ ഈ കുത്തി മറച്ച് വീഴ്ത്തിയപ്പോൾ മാത്രമാണ് മനസ്സിലായത്. അതുപോലെ തന്നെ വെടിയുദ്ധ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത് അത് കുങ്കിയാനയല്ല, നേരെ മറിച്ച് ഏഴാറ്റുമുഖം ഗണപതിയാണ്, കാട്ടാനയാണെന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഏതാണ്ട് തിരിച്ചറിവ് വന്നത്. എന്തായാലും ഇപ്പോഴും JCB ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക്, ഈ ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് ഏതാണ്ട് അടുത്തിട്ടുണ്ട്. ഒരു 100 മീറ്ററോളം സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയൊരു 100 മീറ്ററോളം മാത്രം ദൂരമാണ് ഇനി JCBക്ക് വൃത്തിയാക്കാനുള്ളത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വസ്ത്രത്തിൽ മുറിവേറ്റ ആന വെടിയേറ്റ് കിടക്കുന്ന മയക്കുവെടിയേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മയക്കുവെടിയേറ്റ സമയത്ത് തന്നെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് നിലവിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ്. പക്ഷേ അതിനു പുറമെ ഇത്തരത്തിലുള്ള ആക്രമണം കൂടി ഉണ്ടാവുന്നു. അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലത് മാത്രം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആന തിരിച്ച് വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ഈ ജീവിതത്തിലേക്ക് ജീവനിലേക്ക് കയറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആനയെ ചികിത്സിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും കോടനാട് ആരോഗ്യ കേന്ദ്രത്തിൽ അഭയാരണ്യത്തിൽ സജ്ജമാണ്. ഈ ആന ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, ലോറിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട കാഴ്ച അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും പോലീസ് അടക്കം ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആളുകൾ ഒരുപാട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെയും ഈ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കണം പോലീസ് ജീപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ, കൂടുതൽ ഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അത്തരത്തിൽ സംസാരിക്കുന്നത് പോലും ഈ ഒരു ദൗത്യത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വനംവകുപ്പ് പറഞ്ഞിരുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് ഫോഴ്സ് അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ലോറി ആനയുടെ തൊട്ടരികിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും RRT തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ആനയെ ഇനി കൂടുതൽ എഴുന്നേൽപ്പിച്ചാൽ തന്നെ കൂടുതൽ ഈ പ്രദേശത്തേക്ക് എത്തിക്കേണ്ടത് വളരെ ദുഷ്കരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആനയുടെ തൊട്ടരികിലേക്ക് തന്നെ വഴിവെട്ടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിക്ക് പോകാൻ തക്ക പാകത്തിലേക്ക് ഭൂപ്രകൃതിയെ ഒരുക്കുന്നത്. എന്തായാലും വളരെ ഭീതി നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു സംഭവിച്ചത്. എന്തായാലും രക്ഷാ ദൗത്യം പുരോഗമിക്കുകയാണ്. ആനയെ അതിരാവിലെ തന്നെ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ വനപാലക സംഘത്തിന് കഴിഞ്ഞു. തുടർന്ന് മയക്കുവെടി വയ്ക്കുകയായിരുന്നു. പക്ഷേ വിചാരിച്ചതിന് വിരുദ്ധമായി ഒരു സാഹചര്യം ഉടലെടുത്തത് ഈ കാട്ടാനയുടെ സാന്നിധ്യമായിരുന്നു. ഏഴാറ്റുമുഖം പരിക്കേറ്റ ആനയോട് ചേർന്ന് നിൽക്കുകയും വളരെ അപ്രതീക്ഷിതമായി ഈ മയക്കുവെടിയേറ്റ ആന നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കാട്ടാനയെ അവിടെ നിന്നും മാറ്റിയാൽ മാത്രമേ വനപാലക സംഘത്തിന് പരിക്കേറ്റ ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ ഈ വെടിയുതിർക്കുകയും വെടിയൊച്ചയുടെ ബലത്തിൽ ഈ ഏഴാറ്റുമുഖം അവിടെ നിന്നും നീങ്ങുകയും ചെയ്തു. തുടർന്നാണ് വനപാലക സംഘം വളരെ പെട്ടെന്ന് പരിക്കേറ്റ ആനയുടെ സമീപമെത്തി
തുടർ ദൗത്യം എന്താണ് എന്നുള്ള വിശകലനങ്ങളിലേക്ക് കടക്കുന്നത്. ആശങ്ക ഉണ്ടാകുന്നത് ഈ താഴെ വീണു പോയതുകൊണ്ട് ഇനിയിപ്പോൾ കുങ്കിയാനകൾക്ക് എങ്ങനെ ഇതിനെ വാഹനത്തിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അതോ അവിടെ തന്നെ ചികിത്സ, ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് ചികിത്സ നൽകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയാണ് ഒരു പക്ഷേ വ്യക്തത വരേണ്ടത്. പക്ഷെ അവർക്ക് തന്നെ അതിൽ സംശയം ഉണ്ടായിരിക്കാം, കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ആ സ്ഥലത്തേക്ക് ഒരു വഴി വെട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? JCB മറ്റും ഉപയോഗിച്ചൊരു വഴി ഒരുക്കുന്നുണ്ട്. അത് അധികം ദൂരെ അല്ലാതെ തന്നെയുള്ള വഴിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ക്യാമറകൾ നിൽക്കുന്നിടത്ത് വരെ ഏതാണ്ട് വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല വീണ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരല്പം ആശ്വാസകരമായതെന്ന് പറയുന്നത് റോഡിനോട് ചേർന്ന് ഏകദേശം 200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് വഴി വെട്ടി വാഹനം പരിക്കേറ്റ ആനയുടെ സമീപത്തേക്ക് എത്തിക്കുന്നതിന് സാധിക്കും. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആന നിലത്തേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഒരല്പം ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് കടക്കും. കാരണം അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാം. ഇനി ഇത്തരത്തിൽ നിലത്ത് പതിച്ചുപോയ ആനയെ എഴുന്നേൽപ്പിക്കുക, ഒരുപക്ഷെ ക്രെയിനിന്റെ സഹായത്തോടെയൊക്കെ മാത്രമേ കെട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാൻ സാധിക്കും. ഇത് ഈ മസ്തകത്തിൽ പരിക്കേറ്റിപ്പ് ഇത്രയും ദിവസങ്ങളായി നമുക്ക് കാണാൻ തീർത്തും ആവശ്യമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനെ ഈ ഒരു ക്രെയിന്റെ സഹായത്തോടെയൊക്കെ ലോറി അതെല്ലാം അതിന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഇത് നമ്മുടെ ആശങ്കകൾ മാത്രമായിരിക്കും. കാരണം അരുൺ സക്കറിയ ഇതെത്ര കണ്ടതാണെന്നല്ലോ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിദഗ്ധ സംഘം ഒരുപക്ഷെ ഇതെല്ലാം ഓൾറെഡി അവിടെ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും വിവരങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ആശങ്ക തുടരുക തന്നെ ചെയ്യും തീർച്ചയായും. കാരണം നമ്മൾ എത്രയോ ദിവസങ്ങളായി ഈ വാർത്ത ഇങ്ങനെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ഈ പരിക്കേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതിയും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ മുറിവിലേക്ക് ഇങ്ങനെ നിരന്തരം വെള്ളവും ചെളിയും മണ്ണും ഒക്കെ ഇവൻ ഇങ്ങനെ വാരി എറിയുന്നുണ്ടായിരുന്നു, ഒരു ആശ്വാസം എന്നോണം. പക്ഷേ നിർഭാഗ്യവശാൽ ആ മുറിവ്, മസ്തകത്തിലെ മുറിവ് വലിയ വ്രണമായി രൂപാന്തരപ്പെടുകയും അവിടെ നിന്ന് പഴുപ്പ് ഒലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആദ്യത്തെ ഒരു ചികിത്സ വനം വകുപ്പ് നൽകിയെങ്കിലും നിർഭാഗ്യവശാൽ അത് ഫലിച്ചില്ല എന്നുള്ളതാണ്. തുടർന്ന് കാടിനുള്ളിലേക്ക് പോയ പരിക്കേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. പിന്നീടാണ് ഈ രണ്ടാം ദൗത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടാം ദൗത്യത്തിന് വേണ്ടി വനപാലക സംഘം തയ്യാറെടുത്തത്. ഇപ്പോൾ അതിനൊരു പരിസമാപ്തി എന്നോണം മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആന നിലത്തേക്ക് വീണു എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം 100 അംഗ ദൗത്യ സംഘമാണ് ഉണ്ടായിരുന്നത്. ഈ അരുൺ സക്കരയുള്ള സംഘത്തെ കൂടാതെ തന്നെ വനപാലകരും ഒക്കെ അടങ്ങുന്ന 100 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. ഈ മോക്ക് ഡ്രിൽ അല്ലെ, ഒരു മോക്ക് ഡ്രില്ലൊക്കെ കഴിഞ്ഞ ദിവസം നടത്തി. അതിൽ എല്ലാ ഈ ദൗത്യ സംഘത്തിന്റെ ക്ഷമതയാണ് പരിശോധിക്കപ്പെട്ടത്. അതിനുശേഷം അത് വളരെ വിജയകരമായിരുന്നു ഒക്കെ കണ്ടു. പക്ഷെ ഈ ഏഴറ്റുമുഖത്തിന് അറിയില്ലല്ലോ നമ്മൾ മോക്ക് ഡ്രിൽ നടത്തിയ കാര്യം. അത് രാവിലെ എത്തി. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു പക്ഷേ വനപാലക സംഘം തീർത്തും പ്രതീക്ഷിച്ചും കാണില്ല. അതെ, എന്തായാലും ആനന്ദ് ചേരുന്നുണ്ട് എന്നാണ് കരുതേണ്ട. ആനന്ദ്, ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്തായാലും ഈ JCB ഉപയോഗിച്ചുകൊണ്ട് വഴിവെട്ടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. അരുൺ സക്കറിയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം വൈദഗ്ധ്യമുള്ള ഒരാളാണ്. വർഷങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയം, അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയമുള്ള ഒരു അതീവ വിദഗ്ധ ഡോക്ടർ തന്നെയാണ് ഈ തൊട്ടടുത്തുള്ളത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസവും സമാധാനവും പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ഇവിടെയുള്ള പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ട ദൃശ്യം, അതായത് ഏഴാറ്റുമുഖം ഗണപതി ആനയെ കുത്തിമറച്ചിട്ടതല്ല, മറിച്ച് ഈ മയക്കത്തിലേക്ക് പോയ ആനയെ ഉണർത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ ചില രീതികളായിരുന്നു കാട്ടാനകൾ പൊതുവെ. അത് പക്ഷേ ഈ ആനയ്ക്ക് ആരോഗ്യനില അതീവ ദുഷ്കരവും അതുകൊണ്ട് തന്നെ മയക്കൊഴിയേറ്റത് കൊണ്ട് മൂലവും ക്ഷീണിതരായതുകൊണ്ടും ആന മറഞ്ഞു വീണതാകാം എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമല്ല, ഈ പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ സാധിച്ചതാണ്. അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി അത്തരത്തിലൊരു ആക്രമണം നടത്തിയതല്ല, പക്ഷേ ഈ മയങ്ങിക്കിടക്കുന്ന, ഈ മയക്കത്തിലേക്ക് പോകുന്ന ആനയെ ഉണർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായി ആന മറിഞ്ഞു വീണതാണെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. ഒരുപക്ഷെ അതിൽ കാര്യമുണ്ടെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയധികം ഈ നാടിനോട്, ഈ കാശ്മീരം, ഈ കാടിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവ രീതികളും അവർക്ക് അറിയുന്നുണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലൊരു വേർഷൻ കൂടി നേരത്തെ സംഭവിച്ച ആ ഒരു കാഴ്ചയ്ക്ക് ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയാം. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് കൃത്യമാണ്. ഏഴാറ്റുമുഖം ഗണപതി തള്ളുന്നു, ആ മസ്തകത്തിൽ നിന്ന് മുറിവേറ്റ ആന നിലത്തേക്ക് പതിക്കുന്ന ഒരു കാഴ്ച, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച. ഈ ആനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ മാസങ്ങളായി വേദന തിന്ന് ജീവിക്കുന്ന ഒരു മുണ്ടാപ്രാണി
ഈ മസ്തകത്തിൽ തന്നെ മുറിവേറ്റു. അരുൺ സക്കറിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അത് തന്നെയാണ്. അതായത് ഈ സൈനസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു മുറിവുണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റിസ്ക് എന്ന് പറയുന്നതും. എങ്കിലും ഈ ആനയെ എങ്ങനെയെങ്കിലും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് തന്നെയാണ്, കാട്ടിലേക്ക് തന്നെ പൂർണ്ണ ആരോഗ്യവാനായി അവനെ മടക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ 30% മാത്രം സാധ്യതയുള്ള ഓപ്പറേഷനിലേക്ക് കടക്കാൻ തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ്, പരീക്ഷയ്ക്ക് അവസാനത്തെ മാർഗവും അവസാനത്തെ ഒരു ശ്രമവും നടത്തുക എന്ന് തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമത്തിലേക്ക് എത്തിയതും. എന്തായാലും നമ്മൾ കണ്ടതാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ കാടിലൂടെ ചിഹ്നം വിളിച്ച് നടക്കുന്നതും വേദന സഹിച്ച് നടക്കുന്ന അതീവ സങ്കടകരമായിട്ടുള്ള കാഴ്ച കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പോലും നമ്മൾ കണ്ടതാണ്. നാട്ടുകാരാണ് ഇത്തരത്തിൽ ആന ഇത്തരത്തിൽ മുറിവേക്കുന്നതും അത് ശ്രദ്ധയിൽപ്പെടുന്നതും. ആദ്യം വെടികൊണ്ടതാകാം എന്നുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അരുൺ സക്കറി തന്നെ വ്യക്തമാക്കിയിരുന്നത് വെടികൊണ്ടതല്ല, മറ്റ് ആനകൾ കൂട്ടുകൂടിയതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും സാധ്യത ഉള്ളതും. പിന്നീട് ആനയെ പിടികൂടി ചികിത്സയ്ക്ക് വേണ്ടി അരുൺ സക്കറി സംഘം, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരുടെയും സമ്മർദ്ദത്തിന്റെ ഭാഗമായി തന്നെ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നു. ആനയെ ഏത് രീതിയിലെങ്കിലും ചികിത്സിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അരുൺ സക്കറി നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. നമ്മളിതിന്റെ നാൾ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അരുൺ സക്കറി നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ 2-3 ആഴ്ചയോളം മുമ്പ് ഈ പ്രദേശത്തെത്തുന്നു. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു. പക്ഷെ ആന ഈ പടക്കം പൊട്ടിയോടുകൂടി തന്നെ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടാവുന്നു. തുടർന്ന് 2 ദിവസം ആനയ്ക്ക് വേണ്ടി RRT സംഘങ്ങൾ, ഏതാണ്ട് 60ഓളം വരുന്ന RRT സംഘങ്ങളും വനവകുപ്പ് സംഘങ്ങളും അരുൺ സക്കറി നേതൃത്വത്തിലുള്ള ഈ ദൗത്യ സംഘവും കാട് അരിച്ചു പറക്കുന്നു. പക്ഷേ ആന ഉൾക്കാട്ടിലേക്ക് വലിയതോടുകൂടി തന്നെ ദൗത്യം വീണ്ടും നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് 2 ദിവസത്തിന് ശേഷം ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നു. ആനയെ മയക്കുവെടി വയ്ക്കുന്നു. ഈ മയക്കുവെടി വെച്ചോടുകൂടി തന്നെ നിർത്തിക്കൊണ്ട് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിന്നുകൊണ്ട് ആനയ്ക്ക് ആദ്യഘട്ട പ്രാഥമിക ചികിത്സയല്ല, അത് ആദ്യഘട്ട ചികിത്സയാണെന്ന് തന്നെയാണ് അരുൺ സക്കറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കാരണം ഈ രീതിയിലാണ് അതിനെ ചികിത്സിക്കേണ്ടത്. പിടികൂടി ചികിത്സിക്കുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ഏറ്റവും മികച്ച ചികിത്സ തന്നെയാണ് നൽകിയത്. പക്ഷേ ഈ ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അത് ആനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും അത്തരത്തിൽ വീണ്ടും ആനയെ ചികിത്സിക്കുന്നു. ആനയെ കാട്ടിലേക്ക് തന്നെ വിടുന്നു. ഏതാണ്ട് 2 ആഴ്ചയോളം വനംവകുപ്പ് കൃത്യമായി നിരീക്ഷിക്കുന്നു. ആനയുടെ ആരോഗ്യ നിലയിൽ പക്ഷേ ആശങ്കകളൊന്നും ആ സമയത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ആന വീണ്ടും ഈ കാട്ടിലേക്ക് ഇറങ്ങുന്നു, ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ആക്രമണ സ്വഭാവം പുറപ്പെടുവിക്കുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു, നാട്ടുകാരുടെ ഇടയിലേക്ക് വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് വീണ്ടും മനസ്സിലാവുന്നത് ആനയുടെ ഈ മുറിവ് കാര്യമായിട്ട് മാറിയിട്ടില്ല. ഈ ചികിത്സ വേണ്ടത്ര രീതിയിൽ ആനയ്ക്ക് ആദ്യഘട്ടത്തിൽ ഒരു ഗുണം കണ്ടിരുന്നെങ്കിലും പക്ഷെ പിന്നീട് അത് ഗുണം കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും ആന ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ച ആന ആൻഡു എന്ന് പറയുന്ന ഒരു പ്രദേശവാസിയുടെ വാഴത്തോട്ടത്തിൽ, അതായത് വീടിന് തൊട്ടു പുറകിൽ വാഴത്തോട്ടത്തിൽ ഈ വാഴ കുത്തിയിടുന്നതും അതുപോലെ തന്നെ തെങ്ങിൻ തൈകൾ വലിച്ച് പിഴുതെറിയുന്നതാണ്. അപ്പോൾ ആന തീർത്തും അവശനിലയായതുകൊണ്ട് തന്നെ കാട് കയറാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മളടക്കം പുറത്തുവിട്ടതാണ്. എന്തായാലും അതോടുകൂടി തന്നെയാണ് ആനയെ ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, വീണ്ടും പിടികൂടിക്കൊണ്ട് ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആനന്ദ തുടരുക. സമയം 8 മണിയാകുന്നു. നമുക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം മറ്റു വാർത്തകളുമൊക്കെ ധാരാളമായി ഉണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സും ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ തത്സമയ ദൃശ്യങ്ങളിൽ നമ്മൾ തുടരുന്നത്. മറ്റു വാർത്തകൾ, തലക്കെട്ടുകൾ ഒന്ന് നോക്കി പെട്ടെന്ന് തിരിച്ചെത്താം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ചു. വെടിയേറ്റ ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്ക. കൊമ്പന് സമീപം കുങ്കിയാനകൾ. ആനയെ ഉയർത്തുന്നത് ദൗത്യസംഘത്തിന് വെല്ലുവിളി. എഴുന്നള്ളിച്ച വാർത്ത വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടതിൽ വീട്ടമ്മയ്ക്ക് ഭീഷണി. തോട്ടപ്പള്ളി സ്വദേശി സുലേഖയെ ഭീഷണിപ്പെടുത്തിയത് വീഡിയോ കോളിലൂടെയും മെസ്സേജ് വഴിയും. വാർത്ത പുറത്തുവിട്ടത് ജനം TV. ഡൽഹിയിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി ആരെന്ന് ഉടനറിയാം. നിയമസഭാ കക്ഷിയോഗം ഇന്ന്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പ് നടത്താൻ പോലീസ്. കോളേജ് അധികൃതരുടെ പങ്ക് അന്വേഷിക്കും. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗിൽ കേസെടുത്ത് പോലീസ്. തീവ്ര മുസ്ലിം സംഘടനകളെ ചേർത്ത് നിർത്താൻ CPM. MEC-7 വിവാദം പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകറ്റിയതിന്റെ ക്ഷീണം മാറ്റാൻ പുതിയ അടവ് നയം. CPM-ന്റെ ഏകപക്ഷീയ നിലപാടിൽ ഘടകകക്ഷികൾക്കുള്ളിലും അതൃപ്തി. ഇടതുമുന്നണി യോഗം ഇന്ന്.
രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ 7 വിക്കറ്റിന് 418 റൺസ്. മുഹമ്മദ് അസറുദ്ദീൻ സെഞ്ചുറി. അതിരപ്പള്ളിയിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടത്. കാരണം ആ ആനയുടെ അവസ്ഥ അവിടെ അങ്ങനെ തുടരുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഏതായാലും ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ചു. ആന അവിടെ വീണിട്ടുണ്ട്. അത് വീണത് ഏഴാറ്റുമുഖം എന്ന് പറയുന്ന മറ്റൊരു ആന കൂടി സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഈ മയക്കുവെടി ഏറ്റപ്പോൾ ഈ ആന വരികയും ആദ്യം ഒന്ന് ചേർന്ന് നിൽക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആന മാറിയപ്പോൾ ഒരുപക്ഷെ ഈ ആന വീണതായിരിക്കാം, അതല്ലെങ്കിൽ അതിനെ തള്ളിയിട്ടതായിരിക്കാം. അത് നമുക്ക് വ്യക്തമായിട്ടില്ല. ഏതായാലും ഈ വെടിവെച്ച് കേട്ട ആ ആന ഏഴാറ്റുമുഖം അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കുങ്കിയാനകൾ പ്രദേശത്തുണ്ട്. പക്ഷേ ആന അവിടെ വീണ് കിടക്കുന്നതായതുകൊണ്ടും നേരത്തെ തന്നെ അവശതയിലായിരുന്നതുകൊണ്ടും ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് അവിടെ നിന്നും തത്സമയ വിവരങ്ങളുമായി. ആനന്ദ്, അറിയേണ്ടത് നേരത്തെ കോടനാട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആന അവിടെ വീണ സാഹചര്യത്തിൽ അതിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ വിലയിരുത്തുന്നു? എന്താണ് തീരുമാനം? എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഇപ്പോഴും ഈ നേതൃത്വം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതർ മാധ്യമങ്ങളോട് കണ്ടിട്ടില്ല. അവർ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഈ ആനയെ ഏതെങ്കിലും തരത്തിൽ എഴുന്നേൽപ്പിക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ് തേടുന്നത്. JCB ഉപയോഗിച്ചുകൊണ്ട്, അതായത് മണ്ണുമാറ്റി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആനയുടെ തൊട്ടടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. വഴി ഏതാണ്ട് പൂർണ്ണമായും വെട്ടിവൃത്തിയാക്കിയിട്ടുണ്ട്. 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീണ് കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതായിരിക്കും ഒരു മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ക്രെയിൻ അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ണം കെട്ടി വീണ് കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കുക. ഈ 2 സാധ്യതകളാണ് ഇവിടെ നിലവിൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഈ ഒരു ഓപ്പറേഷനിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. കാരണം ഈ ആന മയക്കുവെടിയേറ്റ് ഇത്തരത്തിൽ ഏഴാറ്റുമുഖം ഗണപതി സമീപത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു സാധ്യത കൂടി ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതുകൂടി നമുക്ക് കണക്കെടുക്കേണ്ടി വരും. കാരണം ഈ കാട്ടാന ഒരിക്കലും, ഏഴാറ്റുമുഖം ഗണപതി ഒരിക്കലും മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കുത്തിയിട്ടതല്ല, മറിച്ച് അത് മയക്കത്തിലേക്ക് പോകുമ്പോൾ ഉണർത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ ചേഷ്ടകളുടെ ഒരു ഫലമായി വീണതാകാം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തീർച്ചയായിട്ടും ഈ താങ്ങി പിടിക്കുകയും എഴുന്നേൽപ്പിക്കുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഭാഗമായിട്ട് ആ ഒരു തൊട്ടടുത്തേക്ക് നീങ്ങി നിന്നപ്പോൾ ഈ ആന വീണതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കൂടി അതിന് പിന്നിലുണ്ട്. എന്തായാലും ആന വീണ് കിടക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ആന വീണോടുകൂടി തന്നെ ഏഴാറ്റുമുഖം ഗണപതി പരിഭ്രാന്തിയിലാവുന്നു. പെട്ടെന്ന് തന്നെ ഈ ഏഴാറ്റുമുഖം ഗണപതി നാട്ടുകാരുടെ അടുത്തേക്ക്, നമ്മളെല്ലാവരും ഈ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഓടി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായി വനംവകുപ്പ് വെടിവെച്ചുകൊണ്ട് ആനയെ തിരികെ കാട്ടിനുള്ളിൽ കയറ്റിയത് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഏഴാറ്റുമുഖം ഗണപതി ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നാണ് ഫോറസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ പരമാവധി ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഈ JCB ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് തൊട്ടടുത്തേക്ക് എത്തി ആനയ്ക്ക് ഇടയ്ക്കിടെ വെള്ളം നൽകുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള സംഘം നൽകുന്നുണ്ട്. ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെയാണ്. എന്നാലും അതിനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആനയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, എന്തായാലും ആനന്ദ് വരും മണിക്കൂറുകളിൽ ആനന്ദിലേക്ക് എത്താം. കാരണം കൃത്യമായി ഇത് പ്രേക്ഷകരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് വാഹനം ഈ പരിക്കേറ്റ ആനയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ വഴി രൂപപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വനപാലക സംഘം കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. വെള്ളം ആനയുടെ ദേഹത്ത് തളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ആനന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ ഈ നമ്മുടെ പ്രേക്ഷകരടക്കം ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഏഴാറ്റുമുഖം അത്ര അപകടകാരിയായ ആനയൊന്നുമല്ല, ഏഴാറ്റുമുഖം തള്ളിയിട്ടതല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, അനന്തും പറയുന്നത് അങ്ങനെയാണ്. അതായത് ഇവൻ മയക്കുവെടി കൊണ്ട് ഇങ്ങനെ ഏഴാറ്റുമുഖത്തോട് ചേർന്ന് നിന്നപ്പോൾ ഒരു പക്ഷേ ഉണർത്താനുള്ള ശ്രമങ്ങളായിരിക്കാം തുമ്പിക്കൈ കൊണ്ട് തലോടുകയും ഒക്കെ ചെയ്തത്. നിർഭാഗ്യവശാൽ അവശനായിരുന്നതുകൊണ്ട് ആന നിലത്തേക്ക് പതിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും ഇവരുടെ ഭാഷ നമുക്ക് വശമില്ലല്ലോ. ഇത് നമ്മളൊരിക്കൽ തുടക്കത്തിൽ തന്നെ ആശങ്കപ്പെട്ടിരുന്നു അല്ലേ? കാരണം ഇത്രയും അവശനായ ഒരു ആനയെ മയക്കുവെടി വെക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിന്റെ ബാധിക്കുക, റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടമുണ്ടായതിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് കേസ്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ ഈ അപകടം ഉണ്ടായതിനു ശേഷം എന്തൊക്കെ നടപടിയെടുത്തു സംഘാടകർക്കെതിരെ? പ്രധാനമായും എന്തൊക്കെ അവിടെ ക്രമക്കേടുകൾ നടന്നു?
വീണ, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 7:30-ഓടെയാണ് ഇത്തരത്തിൽ മലപ്പുറം അരീക്കോട് തെരട്ടമൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടം ഉണ്ടായത്. അതായത് ഈ ഫുട്ബോൾ മത്സരത്തിന് തൊട്ടു മുൻപ് ഇവിടെ വെടിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നു. ആ സമയത്ത് വെടിമരുന്ന് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ആ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് എത്തി ഏകദേശം 22ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ പരിക്ക് പക്ഷേ ഗുരുതരമല്ല. അവരെ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് അവരെ വിട്ടയച്ചു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. സംഘാടകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അനുമതി ഇല്ലാതെ കരുമരുന്ന് പ്രയോഗിച്ചതിനും അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിച്ചതിനും ആണ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അടക്കം ഉണ്ടായിരുന്നു. കാരണം അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു പടക്കം പൊട്ടിച്ചത് കാണികൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കാണികൾ ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഈ പടക്കങ്ങളെല്ലാം തന്നെ തെറിച്ചു വീഴുകയായിരുന്നു. ഇത് ബോധപൂർവം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു ബോധപൂർവം ഉണ്ടായ ഒരു അപകടം ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാരണം നിലവിൽ ഇതിനു മുൻപ് മറ്റ് നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി സംഘാടകരെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യും. അരീക്കോട് പോലീസാണ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഘാടകരെ ഈ സംഭവത്തിൽ വിളിച്ച് ചോദ്യം ചെയ്ത് അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. വീണ. ഓക്കെ, ശരി ശിവദാസ്. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അല്ലേ? അതെ, വലിയൊരു അപകടം ഉണ്ടാകാത്തത് ആരുടെയൊക്കെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് CJM കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ ഉത്തരവിട്ടത്. ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയെ പാലക്കാട് CJM കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ പ്രത്യേക സെല്ലിൽ നിരീക്ഷിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്ന് കോടതി അറിയിച്ചു. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കിയാകും രഹസ്യമൊഴി എടുക്കുക. രാമായണം ഒന്നാകെ ഭക്തരുടെ മുന്നിലേക്ക് എത്തുന്ന ഉത്സവമാണ് കണ്ണൂർ അണ്ടല്ലൂർ കാവിലേത്. അയോധ്യ സങ്കല്പമായ അണ്ടല്ലൂർ കാവിൽ രാമായണത്തിലെ ഓരോരുത്തരും ദൈവക്കരുക്കളായി നിറഞ്ഞാടും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നാളെ സമാപിക്കും. നാം കണ്ടു പരിചയിച്ച കാഴ്ചകളല്ല അണ്ടല്ലൂർ കാവിലേത്. രാമായണത്തിൽ നാം വായിച്ചറിഞ്ഞതും പൂർവികരിൽ നിന്ന് കേട്ടറിഞ്ഞതുമെല്ലാം ഇവിടെ തെയ്യക്കോലങ്ങളായി ഭക്തരുടെ മുന്നിലേക്കെത്തും. ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നാം അയോധ്യയിലെത്തിയ അനുഭവമാണ് നൽകുക. ദൈവത്താറീശ്വരൻ എന്ന പേരിലാണ് അണ്ടല്ലൂർ കാവിലെ ശ്രീരാമരൂപം ആരാധിക്കപ്പെടുന്നത്. ലക്ഷ്മണൻ അങ്കക്കാരൻ എന്ന പേരിലും ഹനുമാൻ ബപ്പൂരാൻ എന്ന പേരിലും ഇവിടെ തെയ്യമായി കെട്ടിയാടുന്നു. ചടങ്ങുകളുടെ വ്യത്യസ്തതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്താർ, അങ്കക്കാരൻ, ബപ്പൂരാൻ എന്നീ തെയ്യങ്ങൾക്കൊപ്പം വില്ലുകാരുടെ അകമ്പടിയോടെ കാവിനെ വലം വയ്ക്കുന്ന മെയ്യാലം കൂടൽ ചടങ്ങിൽ വ്രതമെടുത്ത പുരുഷന്മാരും ആൺകുട്ടികളും വാനരപ്പട എന്ന സങ്കല്പത്തോടെ ഇവർക്കൊപ്പമുണ്ടാകും. ഭക്തിയുടെ നിറവിൽ ഒരു നാടൊന്നാകെ വ്രതമെടുത്താണ് അണ്ടല്ലൂർ കാവിന്റെ ആചാര പെരുമയ്ക്കൊപ്പം സഞ്ചരിക്കുന്നത്. 7 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം നാളെ സമാപിക്കും. ജനം, കണ്ണൂർ. ബഹിരാകാശ ശേഷി മെച്ചപ്പെടുത്തി ഭാരതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെർട്ടിക്കൽ പ്ലാനറ്ററി പ്രൊപ്പല്ലർ മിക്സർ വികസിപ്പിച്ചത് ISRO. 5.4 മീറ്റർ നീളവും 8.7 മീറ്റർ ഉയരവുമുള്ള മിക്സറിന് 150 ടൺ ഭാരമാണുള്ളത്. ബംഗളൂരുവിലെ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പ്രൊപ്പല്ലന്റ് മിക്സർ വികസിപ്പിച്ചത്. റോക്കറ്റിന്റെ പ്രധാന ഭാഗമാണ് സോളിഡ് പ്രൊപ്പല്ലന്റുകൾ. അപകടം നിറഞ്ഞ പദാർത്ഥങ്ങൾ കൃത്യമായ അളവിൽ ചേർത്താണ് ഇവ നിർമ്മിക്കുന്നത്. വെർട്ടിക്കൽ മിക്സർ ഈ പ്രക്രിയയുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. പത്തനംതിട്ട പെരുന്നാട്ടിൽ കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിൻ ഷാജിയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ മുതൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും.
റാന്നി പെരുന്നാട് പഞ്ചായത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ CPM ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി മടത്തുമുഴിയിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ജിതിൻ കൊല്ലപ്പെട്ടത്. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോഴും ഈ ജിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാക്ക് തർക്കങ്ങൾ എന്ന് തന്നെ പറയാം, രാഷ്ട്രീയമായുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണ്. കൃത്യമായി ഈ വിഷയത്തിൽ ചില ആരോപണങ്ങളുമായി CPM മുന്നോട്ട് വരികയും അതേസമയം അത് കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ RSS നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളത് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന കാര്യവുമാണ്. പക്ഷേ സങ്കടകരം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ എന്താണ്? വീണ, ഇങ്ങനെ തന്നെയാണ്, ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന രീതിയിലുള്ള സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, BJP RSS പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുള്ള പ്രസ്താവന CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് ഇത് BJP-യുടെയും RSS-ന്റെയും തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള വ്യാജ പ്രചാരണങ്ങളായിരുന്നു CPM നേതൃത്വത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇതെല്ലാം ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. തെളിവുകൾ സഹിതമായിരുന്നു BJP ഇതിനെ പ്രതിരോധിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളിൽ 3 പേർ കൃത്യമായി CPM ബന്ധം ഉള്ളവരാണ് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നു. 1-ാം പ്രതി നിഖിലേഷ് CIT പ്രവർത്തകനാണ് തന്റെ മകനെന്ന് നിഖിലേഷിന്റെ അമ്മ സ്ഥിരീകരിച്ചു. 4-ാം പ്രതി സുമിത്ത് DYFI പ്രവർത്തകനാണ്. 7-ാം പ്രതി മിഥുൻ മധു DYFI പ്രവർത്തകനാണ്. ഇങ്ങനെ CPM-വുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പ്രതിപട്ടികയിൽ ഉള്ളത് എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടും ഇത് ന്യായീകരിക്കുന്ന ഈ സംഭവം BJP-യുടെയും RSS-ന്റെയും തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള വ്യാജ പ്രചരണങ്ങൾ തുടരുകയായിരുന്നു CPM DYFI ജില്ലാ നേതൃത്വം. ഏറ്റവും ഒടുവിൽ ഈ കാര്യത്തിൽ ഒരു ന്യായീകരണം DYFI ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 2021-ൽ 3 മാസക്കാലം മാത്രമാണ് DYFI-യിൽ ഈ 4-ാം പ്രതി സുമിത്തും 7-ാം പ്രതി മിഥുൻ മധുവും പ്രവർത്തിച്ചിരുന്നത്. 2021 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 3 മാസം മാത്രമാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം DYFI-യിൽ നിന്നും ഇവർ പുറത്തു പോവുകയായിരുന്നു എന്നുള്ള ന്യായീകരണമാണ് DYFI ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ്. ഇവർ ഇതിനുശേഷവും DYFI-യിൽ അംഗങ്ങളായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നു. 2023 മാർച്ച് മാസത്തിലും മിഥുൻ മധുവിനെ DYFI-യുടെ സംഘടനാ ചുമതലയുള്ള ആളായിട്ട് തെരഞ്ഞെടുത്തതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും DYFI-യുടെ ലോക്കൽ കമ്മിറ്റി പേജിൽ ഉണ്ട്. ഇത് 2023-ലും 2021-ൽ DYFI വിട്ട ആളാണ് 4, 3, 7 പ്രതികൾ എന്ന് DYFI ജില്ലാ നേതൃത്വം പറയുമ്പോൾ അങ്ങനെയല്ല, അത് പൂർണ്ണമായും തെറ്റാണ്. അത് വ്യാജമായ പ്രചാരണമാണ് DYFI നടത്തുന്നത് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് DYFI-യുടെ തന്നെ ലോക്കൽ കമ്മിറ്റി പേജിൽ ഇപ്പോഴും ഉള്ളത്. 2023 മാർച്ച് 18-ന് DYFI-യുടെ മേഖലാ ഭാരവാഹിയായിട്ട് മിഥുൻ മധുവിനെ 7-ാം പ്രതിയെ തെരഞ്ഞെടുത്ത മിഥുൻ മധുവിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പോസ്റ്ററിൽ ഉള്ളത്. അത് ഇപ്പോഴും DYFI-യുടെ ലോക്കൽ കമ്മിറ്റി പേജിൽ ഉണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്നത് തെറ്റാണ്, വ്യാജ പ്രചാരണമാണ് ഇതുമായി ബന്ധിപ്പിച്ച് നടത്തുന്നത് എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തെളിയുന്നത്. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ CPM ബന്ധമുള്ളവരായിരിക്കുമ്പോൾ പോലീസിന്റെ ഭാഷ്യം ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സൂചന പോലും പോലീസിന്റെ FIR-ൽ ഇല്ലാതെയിരിക്കുമ്പോൾ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷം പിന്നീട് കൊലപാതകത്തിലേക്കും കത്തിക്കുത്തിലേക്കും കൊലപാതകത്തിലേക്കും എത്തുകയായിരുന്നു എന്ന് പോലീസിന്റെ FIR വ്യക്തമായി പറയുമ്പോൾ അതിനെതിരെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള CPM-ന്റെ ശ്രമം, ആ ശ്രമങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുമ്പോഴും അതിനെ വീണ്ടും ന്യായീകരിക്കുന്ന നിലപാടാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, DYFI നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഇന്നലെ DYFI ജില്ലാ കമ്മിറ്റി പ്രചരിപ്പിച്ച ആ വാദവും ഇവർ രണ്ടുപേരും 2021-ൽ 3 മാസക്കാലം മാത്രം DYFI-യിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ അതും പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ്, സാഹചര്യങ്ങളാണ് തെളിവുകൾ സഹിതം പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് CPM ഇത് രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റുന്നതിനുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നാടകങ്ങൾ നടത്തുന്നു. അതിനെ പൊളിക്കുന്ന തെളിവുകൾ സഹിതമുള്ള കാര്യങ്ങൾ BJP RSS-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് RSS കൃത്യമായി ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും തങ്ങളുടെ മേൽ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മേൽ CPM അപകീർത്തി പ്രചാരണം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും RSS പരാതിയും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തങ്ങൾക്കെതിരെ നടക്കുന്ന അപകീർത്തി പ്രചാരണങ്ങളെ ജനങ്ങളെ അണിനിരത്തി അതിനെതിരെ പ്രതിരോധം തീർക്കുമെന്ന് BJP-യും അറിയിച്ചിട്ടുണ്ട്. വീണ, ഹിന്ദു ഹൃദയ സാമ്രാട്ട് ഛത്രപതി ശിവജി മഹാരാജിന്റെ 398-ാം ജയന്തിയാണ് ഇന്ന്. 1627 ഫെബ്രുവരി 19-ന് മഹാരാഷ്ട്രയിലെ ശിവനേരി കോട്ടയിലാണ് ഹിന്ദു വീരപൗരുഷം പിറവിയെടുത്തത്.
അധിനിവേശ ശക്തികൾക്കെതിരെ പടുവാൾ ഉയർത്തിയ ഛത്രപതി ശിവജി മഹാരാജിനെ ആദരവോടെ ഓർക്കുകയാണ് രാജ്യം. शिवाजी महाराज ने राष्ट्र रक्षा के लिए सशक्त सेना को प्राथमिकता दी. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഹിന്ദു അത് ഛത്രപതി ശിവജി ആയിരുന്നു. മ്ലേച്ഛന്മാരുടെ കയ്യിൽ നിന്നും ഹിന്ദുക്കളെ രക്ഷിച്ചെടുത്തവൻ, ഹിന്ദു ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിച്ചവൻ. അതെ, ആ വാക്കുകളിലുണ്ട് എന്തായിരുന്നു, ആരായിരുന്നു ഛത്രപതി ശിവജി മഹാരാജ് എന്നത്. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകിയതിൽ ശിവജിക്കും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിനും വലിയ പങ്കുണ്ട്. ഒരർത്ഥത്തിൽ ഹിന്ദുസ്ഥാനത്തിലെ ഹിന്ദു നവോത്ഥാനത്തിന്റെ തുടക്കം ശിവാജിയിൽ നിന്നായിരുന്നുവെന്ന് തന്നെ പറയാം. 1627 ഫെബ്രുവരി 19 മഹാരാഷ്ട്രയിലെ ശിവനേരിക്കോട്ടയിൽ ഷഹാജി ഭോസ്ലെയുടെയും ജീജാബായിയുടെയും ഇളയ മകനായാണ് ശിവാജി ജനിച്ചത്. മാതാവിൽ നിന്ന് ഇതിഹാസ പുരാണങ്ങൾ കേട്ടുവളർന്ന അദ്ദേഹം ഒരു തികഞ്ഞ യോദ്ധാവും രാഷ്ട്രതന്ത്രജ്ഞനുമായി വളർന്നു. ആയോധനകല, കുതിരസവാരി തുടങ്ങിയ പ്രായോഗിക വിദ്യാഭ്യാസത്തോടൊപ്പം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിരുന്നു. മൂളന്മാർക്കെതിരെ സാധാരണക്കാരിലൂടെ പടപൊരുതി കൃഷിക്കാരിലൂടെ, തൊഴിലാളികളിലൂടെ നേടിയെടുത്ത ഹിന്ദു സാമ്രാജ്യം അദ്ദേഹം ധർമ്മത്തിന്റെ അടിത്തറയിലാണ് പടുത്തുയർത്തിയത്. 1674 ജൂൺ 6 ആ ഹിന്ദു സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു. ശിവജിയുടെ വീക്ഷണങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഉയർച്ച മാത്രമായിരുന്നു ലക്ഷ്യം. അധിനിവേശ ശക്തികൾക്കെതിരായുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും. സുതാര്യത, പങ്കാളിത്തം, ഉത്തരവാദിത്വം, നിയമവാഴ്ച എന്നീ ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ് സദ്ഭരണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഔറംഗസീബിന്റെ കോട്ടകളിൽ സ്വന്തം ബന്ധുക്കളെ തന്നെ ഉദ്യോഗസ്ഥരായപ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ശിവജി ബന്ധുക്കളെ മാറ്റി നിർത്തി. ഭരണാധികാരി എന്ന നിലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശിവജിക്ക് കഴിഞ്ഞു. അഴിമതിയും രാജ്യദ്രോഹവും അദ്ദേഹം വെച്ചു പൊറുപ്പിച്ചിരുന്നില്ല. അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളായി നിന്ന എല്ലാത്തിനെയും അദ്ദേഹം തിരസ്കരിച്ചു. 1680 ഏപ്രിൽ 3 തന്റെ ചരിത്ര നിയോഗം പൂർത്തിയാക്കി ഛത്രപതി ശിവജി മഹാരാജ് വിടവാങ്ങി. ന്യൂസ് ഡെസ്ക്, ജനം. അതിരപ്പള്ളിയിൽ രക്ഷാദൗത്യത്തിനിടയിൽ മയങ്ങി വീണ ആനയ്ക്ക് താങ്ങായി കുങ്കിയാന. മയങ്ങി വീഴുന്നത് വരെ ആനയെ താങ്ങി നിർത്തിയത് മറ്റൊരാന. ഏഴാറ്റുമുഖം ഗണപതിയാണ് മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് തുണയായത്. ആ ദൃശ്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ വളരെ കൗതുകത്തോടെ ലൈവായി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിൻ്റെ കൂടുതൽ വ്യക്തത വരികയാണ്. ഒരുപക്ഷെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഈ മയക്കുവെടി വയ്ക്കുമ്പോൾ ആനയുടെ അടുത്തുണ്ടായിരുന്നത് മറ്റൊരാന, അതിനുശേഷം കുങ്കിയാനകൾ സ്ഥലത്തെത്തുന്നു. ഇപ്പോൾ നടക്കുന്നതും എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വളരെ കൗതുകരമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് ശരിക്ക് നമ്മൾ നേരത്തെ കണ്ടത് എന്ന് നമുക്കിപ്പോൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തള്ളി ഇട്ടതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതായത് ഈ മയക്കുവെടിയേറ്റ് ശാന്തനായി, മയക്കുവെടിയേറ്റ് ക്ഷീണിതനായി നിന്നിരുന്ന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ യഥാർത്ഥത്തിൽ താങ്ങി നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഈ ഏഴാറ്റുമുഖം ഗണപതി ഇവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് സ്നേഹലാളനങ്ങളാണ് ഈ മയക്കുവെടിയേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ടും ഈ നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു താങ്ങാവാൻ, ഒരു തണലാവാൻ, ഒരു കൂടെ നിന്ന് അവനെ ശാന്തനാക്കാനും അതുപോലെ തന്നെ വീഴാതിരിക്കാനുള്ള ഒരു ശ്രമവുമാണ് ഏഴാറ്റുമുഖം ഗണപതി അല്പസമയത്തിന് മുമ്പ് നടന്നത്. തീർച്ചയായിട്ടും ഈ കാടിന്റെ, നമ്മൾ വന്യമൃഗങ്ങളെന്നൊക്കെ പറയുമെങ്കിൽ പക്ഷേ ഈ കാടിന്റെ അല്ല, ആ ഒരു സ്നേഹത്തിന്റെ കാഴ്ച, പരസ്പരമുള്ള സഹായത്തിന്റെ ഒരു കാഴ്ച, അത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ താങ്ങി നിർത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ ആന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന സ്വതവേ ക്ഷീണിതനാണ്, ആരോഗ്യനില അതീവ ദുഷ്കരമാണ്, ആരോഗ്യം കുറവാണ്, ഭക്ഷണം എല്ലാം കൃത്യമായി തന്നെ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതോടുകൂടി മയക്കുവെടിയേറ്റോടു കൂടിയാണ് അത്തരത്തിൽ ആന വീണത്.
തീർച്ചയായിട്ടും നമ്മൾ കണ്ടത് ഒരിക്കലും കുത്തിമറിച്ച് ഇട്ടതല്ല, നേരെ മറിച്ച് ആനയെ താങ്ങുകയായിരുന്നു. ഏനാട്ടുമുഖം ഗണപതി യഥാർത്ഥത്തിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ താങ്ങി നിർത്തുകയായിരുന്നു, തന്നോട് ചേർത്ത് നിർത്തുകയായിരുന്നു. എന്തോ ഒരു അപകടം തന്റെ കൂട്ടുകാരന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏനാട്ടുമുഖം രാവിലെ മുതൽ തന്നെ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ തൊട്ടടുത്തുണ്ടായിരുന്നത്. പക്ഷെ തന്റെ സുഹൃത്ത് ഏതാണ്ട് എന്തോ ഒരു ദോഷത്തിലേക്ക്, എന്തോ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നെന്ന് മനസ്സിലാക്കിയോട് കൂടി തന്നെയാണ് ഈ ഏഴറ്റുമുഖം തൊട്ടടുത്തേക്ക് എത്തുകയും തുമ്പി കൈകൊണ്ട് അവനെ പരിലാളനകളും സ്നേഹങ്ങളും ഒക്കെ കൊടുക്കുകയും തന്റെ ആരോഗ്യം വെച്ചുകൊണ്ട് അവനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ അതീവ ക്ഷീണിതനായിട്ടുള്ള ആരോഗ്യസ്ഥിതി മൂലം ആന മറിഞ്ഞു വീഴുകയായിരുന്നു. എന്തായാലും ആ മറിഞ്ഞു വീണ ആനയ്ക്കും രക്ഷകരായിട്ടുള്ളതും എത്തിയിട്ടുള്ളതും 3 ആനകൾ തന്നെയാണ്. വയനാട് നിന്നുള്ള 3 കുങ്കി ആനകൾ. സുരേന്ദ്രനുണ്ട്, വിക്രമുണ്ട്, കുഞ്ചുണ്ട്. 3 പേരും തന്റെ സഹജീവിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് ഈ അതിരപ്പള്ളിയിൽ എത്തിയതാണ്. ഇനി 3 പേരുടെയും ദൗത്യമാണ്. ഈ 3 പേരും കൂടി ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ഈ വീണ് കിടക്കുന്നവനെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആ കൂട് വെച്ചിട്ടുള്ള ആ ഒരു വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ആനയെ അരുൺ സക്കറിയ ചികിത്സിക്കുന്നത്, അകത്ത് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ സ്ക്രീനിലും ആ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആനയ്ക്ക് എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. ആനയ്ക്ക് വെള്ളവും ആഹാരവും നൽകിയിട്ടുണ്ട്. ഇനി ആനയെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. എന്തായാലും നേരത്തെ അല്പം ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ഒരു സ്നേഹലാളനത്തിൻ്റെതായിരുന്നു, ഒരു പരിലാളനത്തിൻ്റെതായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത് അല്പം വൈകിയാണ്. കാരണം ഇവിടുത്തെ പ്രദേശവാസികളാണ് നമ്മളെ അത് വ്യക്തമാക്കി തന്നത്. കാരണം ഇത് കാഴ്ച കാണുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്നതും സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ ആക്രമണം അവിടെ നടന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷെ ആക്രമണമായിരുന്നില്ല, യഥാർത്ഥത്തിൽ തൻ്റെ സഹജീവിയെ താങ്ങി നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഏഴാറ്റുമുഖം ഗണപതി നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ആ തുമ്പി ഉപയോഗിച്ചുകൊണ്ട് ആ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തലോടുന്ന കാഴ്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാണുന്ന ഏതൊരാളുടെയും കണ്ണുകൾക്ക് ആദ്യം സംശയം ഉണ്ടാക്കുമെങ്കിലും പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സ്നേഹത്തിന്റെ ആയിരുന്നു, അത് സൗഹൃദത്തിന്റെ ആയിരുന്നു, സഹജീവിയോടുള്ള കരുണയായിരുന്നു. കരുണയുടെ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ്. വയനാട്ടിൽ നിന്ന് 3 പേരും എത്തിയിട്ടുള്ളത് തന്റെ സഹജീവിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ്. 3 പേരും തുമ്പിയെല്ലാം ഉയർത്തിക്കൊണ്ട് എന്തിനും തയ്യാറായി. സുരേന്ദ്രനാണെന്ന് തോന്നുന്നു ഈ തുമ്പി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ 3 പേരും തുമ്പി ഉയർത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കയറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്. തീർച്ചയായിട്ടും ആ കടമ അവർ വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയധികം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തവരാണ് ഈ 3 പേരും. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ഈ തന്റെ സഹജീവിയെ രക്ഷിച്ചെടുക്കാൻ പണ്ട് അവർ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ ദൗത്യം പൂർത്തീകരിക്കുമെന്ന് തന്നെ നമുക്ക് ശുഭപ്രതീക്ഷയിൽ വിശ്വസിക്കാം. ആ വിശ്വാസത്തിന് കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ദുഷ്കരമായിട്ടുള്ള ദൗത്യങ്ങളും വളരെ ലളിതമായി കൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു ചരിത്രമുണ്ട് ഈ 3 പേർക്കും, ഈ 3 കുങ്കിയാനകൾക്കും. സുരേന്ദ്രൻ അടക്കമുള്ള കുങ്കിയാനകൾക്ക് ഒരു കാലത്ത് കാടിനെ വിറപ്പിച്ചിരുന്നവരാണ്. പിന്നീട് അത്തരത്തിൽ അവരെ പിടികൂടിക്കൊണ്ട് അവരുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അരുൺ സക്കറിയ അടുത്തുണ്ടെന്ന് പറയുന്നത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആശ്വാസമാണ്. ഏറ്റവും അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതകാലങ്ങളിൽ 10 ആണ്ടുകളായി ഈ മേഖലയിൽ പരിചയമുണ്ട്. അതുപോലെ തന്നെ കേരളം എപ്പോഴൊക്കെ അത്തരത്തിലൊരു അപകടത്തിലേക്ക് പോയിട്ടുണ്ടോ, വന്യജീവികൾ മൂലം അപകടത്തിലേക്ക് പോയിട്ടുണ്ടോ, അന്നെല്ലാം കേരളത്തെ രക്ഷിച്ചെടുക്കാനും കേരളത്തെ വാരിപ്പിടുക്കാനും ഒരു കോട്ട കെട്ടിക്കൊണ്ട് അരുൺ സക്കറിയ ഏത് കാലത്തും നിന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം തന്നെയാണ് ഈ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റാനുള്ള. ആനന്ദ്, ഇപ്പോൾ വനം മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമായിരിക്കാം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്ക് പറ്റിയ ഒരു കൊമ്പനാന കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്. നേരത്തെ പരിക്ക് പറ്റിയ ആനയെ മയക്കുവെടി വെച്ച് മരുന്ന് നൽകി കാട്ടിലേക്ക് തിരിച്ചയച്ചതായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ആ മുറിവുകൾ മോശം സ്ഥിതിയിലേക്ക് വന്ന സാഹചര്യത്തിൽ വനംവകുപ്പിലെ മൃഗ ചികിത്സാ ഡോക്ടർ സക്കറിയയുടെ നേതൃത്വത്തിൽ
ചികിത്സിക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്ന് വന്നത്. ഇപ്പോൾ 2-3 ദിവസമായ സ്ഥിതി കുറച്ചും കൂടി സങ്കീർണമായിരിക്കുകയാണ്. ആ മുറിവുകൾ വീണ്ടും പഴുത്തു തുടങ്ങുകയും അതിൻ്റെ ഫലമായി വലിയ പീഡനം ആ മൃഗം ആന ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരെ നടത്തിയ ദൗത്യത്തിൻ്റെ ഫലമായി ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറിവുകൾ വൃത്തിയാക്കി ആവശ്യമായ മരുന്നുകൾ നൽകി ആ ആനയെ കുങ്കിയാനകളുടെയും മറ്റും സഹായത്തോടെ ആംബുലൻസിൽ കയറ്റി കോടനാട്ടിലേക്കുള്ള അവിടെയുള്ള വന്യമൃഗ ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരടുത്ത് തന്നെയുണ്ട്, ആനയുടെ അടുത്ത് തന്നെയുണ്ട്. ഈ ദൗത്യത്തെ സഹായിക്കാൻ കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. വാഹനം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. റോഡ് സൗകര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട എല്ലാ നടപടികളും എല്ലാ ശ്രമങ്ങളും വനം വകുപ്പിലെ ജീവനക്കാർ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഇടയുള്ളൊരു പ്രശ്നം മയക്കുവെടി വെച്ചതിൻ്റെ ഇഫക്റ്റിൽ നിന്നും ആന മോചിതനാകാനുള്ള ഏതാണ്ട് സമയം എടുത്തു കഴിഞ്ഞു. അതിനൊരു സമയം ഉണ്ട്. ആ സമയപരിധി കഴിയുമ്പോൾ ആ മയക്കത്തിൽ നിന്നും ഉണരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതൊരു സങ്കീർണമായ പ്രശ്നമാണ്. അപ്പോൾ അതിനു മുമ്പ് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആംബുലൻസിൽ എത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 1 മണിക്കൂർ നേരം നിർണായകമാണ് എന്ന നിലയിലാണ് ഡോക്ടർമാരും അവിടുത്തെ വനംവകുപ്പിലെ മേധാവികളും എന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവർ ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇതിനപ്പുറത്ത് ഇത് വ്യത്യമാർഗമുള്ള ആനയെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം. ഇപ്പോൾ ഒരു സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സിക്കുക എന്നതാണല്ലോ പ്രായോഗികം. കാട്ടിനുള്ളിലെ ചികിത്സ എന്ന് പറയുന്നത് അതും സമകരമായൊരു ജോലിയാണ്. അപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലെത്തിക്കാതെ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കോടനാട്ടിലെ ആന പരിപാലന സങ്കേതമാണ്, അവിടെ എത്തിക്കുക. അതിനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണോ ചെയ്യേണ്ടതൊക്കെ ഇനിയിപ്പം ഈ മയക്കുവെടി വെച്ച ആനയെ കുങ്കിയാനയുടെ സഹായത്തോടുകൂടി വാഹനത്തിൽ കയറ്റുക എന്ന ജോലിയാണ്. അത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോടനാടേക്ക് എത്തിക്കുന്നതിനും പിന്നെ ആംബുലൻസിൽ നിന്ന് താഴെ എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമൊക്കെ അവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന നിലപാടാണല്ലോ ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അപ്പോൾ നല്ലത് വരട്ടെ. വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും ശുഭകരമായ വാർത്ത തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. ഇനിയുള്ള 1 മണിക്കൂർ വളരെ നിർണായകമാണ്. ഏതായാലും ആനയെ കോടനാട്ടെ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം.